അതിനുശേഷം നമ്മൾ ഓരോ ആക്ടിവിറ്റിയിലേക്ക് മൂവ് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. സോ നമുക്കറിയാം ഔട്ട്കം ബേസ്ഡ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നൊരു കോൺസെപ്റ്റ് കുറച്ചധികം കാലമായിക്കൊണ്ട് തന്നെ നമ്മുടെ അക്കാഡമിയിൽ നമ്മൾ കേൾക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ പിന്നെ നമ്മുടെ ഒരു സിസ്റ്റത്തിനകത്തോട്ട് വളരെ പതുക്കെ മാത്രം കയറി വന്നിട്ടുള്ള ഒരു ഫിനോമിനനാണ് ഔട്ട്കം ബേസ്ഡ് എഡ്യൂക്കേഷൻ. പക്ഷേ എൻജിനീയറിംഗ് സെക്ടറിനെ കുറിച്ച് അറിയുന്നവർക്കറിയാം, ഏർലി 90s തന്നെ ഔട്ട്കം ബേസ്ഡ് എഡ്യൂക്കേഷൻ എൻജിനീയറിംഗ് സെക്ടറിനകത്ത് നടപ്പാക്കിയിരുന്നു. ആസ് പാർട്ട് ഓഫ് ദി വാഷിംഗ്ടൺ അക്കോർഡ്, it was mandatory that all the national states have to sign the Washington Accord. അങ്ങനെ ആണെങ്കിൽ മാത്രമേ ആ രാജ്യങ്ങളിൽ നിന്നുള്ള ഗ്രാജുവേറ്റ്സിന് ഗ്ലോബൽ മാർക്കറ്റിൽ ജോലി ചെയ്യാൻ സാധിക്കുള്ളൂ എന്നുള്ള ഒരു നിബന്ധന വന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ എൻജിനീയറിംഗ് സെക്ടറിനകത്ത് ഫ്രം ദ ഏർലി 90s ഈ പറയപ്പെടുന്ന ഔട്ട്കം ബേസ്ഡ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഒരു രീതി നടപ്പാക്കുന്നുണ്ട്. ഐ ആം ഓഡിബിൾ, റൈറ്റ്? ഹലോ? Yes, sir. Okay. Yes, sir. Fine. അതിനുശേഷം ഫ്രം ദി ബിഗിനിങ് ഓഫ് ഏർലി 2000 UGC ഔട്ട്കം ബേസ്ഡ് എഡ്യൂക്കേഷൻ ആർട്സ് ആൻഡ് സയൻസ് സെക്ടറിനകത്തും വേണമെന്നുള്ള ഒരു ഡിമാൻഡ് മുന്നോട്ട് വെക്കുകയുണ്ടായി. ആൻഡ് ദേ വർ ലിറ്ററലി പുഷിംഗ് ഔട്ട്കം ബേസ്ഡ് എഡ്യൂക്കേഷൻ ഇവൺ ഇൻ ദി ആർട്സ് ആൻഡ് സയൻസ് എഡ്യൂക്കേഷൻ ആസ് വെൽ. പക്ഷേ ഓൾ ദി യൂണിവേഴ്സിറ്റീസ് ഷോഡ് എ റിലക്റ്റൻസ് ടു ഇംപ്ലിമെൻറ്റ് ഔട്ട്കം ബേസ്ഡ് എഡ്യൂക്കേഷൻ മോഡൽ. And in 2000, in the second decade of 21st century, UGC made it as a mandatory clause in the NAAC accreditation. അപ്പോൾ യൂണിവേഴ്സിറ്റികളെല്ലാം തന്നെ ഇത് നടപ്പാക്കാൻ ഒരു വിമുഖത കാണിച്ചത് കൊണ്ട് തന്നെ UGC ചെയ്തത് ഇത് NAAC അക്രഡിറ്റേഷൻ്റെ ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ആയിക്കൊണ്ട് ഈ പറയുന്ന ഔട്ട്കം ബേസ്ഡ് എഡ്യൂക്കേഷന് കൊണ്ടുവന്നു. അപ്പോൾ ഇതോടൊപ്പം തന്നെ സംഭവിക്കുന്ന മറ്റൊരു കാര്യമുണ്ട്, അത് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. നമ്മുടെ ദ നേച്ചർ ഓഫ് ദ ഫണ്ടിങ് ഹാസ് ബീൻ ചേഞ്ച് ഓവർ ദ പീരീഡ് ഓഫ് ടൈം. ഫണ്ടിങ് നേരത്തെ നമുക്കറിയാം വളരെ ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ഫണ്ടിങ് മെത്തേഡായിരുന്നു. ഫോർ എക്സാമ്പിൾ, ഇഫ് അവർ സ്റ്റേറ്റ് ഗവൺമെൻറ് ഹാസ് സം 100 crores, അത് ഈക്വലിയോ അല്ലെങ്കിൽ കൂടുതൽ ആവശ്യമാർക്കാണോ അവർക്ക് കുറച്ചധികം നൽകുകയും ബാക്കി എല്ലാവർക്കും ഏകദേശം ഒരുപോലെ നൽകുന്ന ഒരു രീതിയായിരുന്നു നമ്മളിവിടെ പതിറ്റാണ്ടുകളായിട്ട് അവലംബിച്ച് പോന്നിരുന്നത്. പക്ഷേ now the nature of the funding has been changed, and the funding changed ചെയ്യുന്നത് മാത്രമല്ല അതിൻ്റെ പേര് തന്നെ മാറി, പെർഫോമൻസ് ബേസ്ഡ് ഫണ്ടിങ് എന്ന നിലയിലേക്ക് മാറി. ഇപ്പോൾ നമുക്കറിയാം, ജസ്റ്റ് ടേക്ക് ദ കേസ് ഓഫ് റൂസ ഫണ്ടിങ്. ഇപ്പോൾ റൂസ ഫണ്ടിങ് എങ്ങനെയാണ് വരുന്നത്? റൂസ ഫണ്ടിങ് ഈസ് അവൈലബിൾ ടു ദോസ് കോളേജസ് വിച്ച് ഹാസ് those institutions which has more than 2.5 NAAC accreditation point. അപ്പോൾ അതുകൊണ്ട് തന്നെ വൺസ് അവർ ഈ ഒരു അർത്ഥത്തിലേക്ക് ഇത് മാറ്റിയത് കൊണ്ട് തന്നെ ഇപ്പോൾ എല്ലാ യൂണിവേഴ്സിറ്റീസും അതുപോലെ തന്നെ ഓട്ടോണമസ് കോളേജുകളും so you should have told me. So we have participants from outside the state, right? Dr. Vidya? Sir, two are there. Yes, sir, two are there. So I'm sorry, I didn't know that. Now only Dr. Manlal told me that. So I think, should I have to go back and start again, or like should I continue from here? Continue from here, sir. It's okay. Fine. So the point what I am trying to make is, this whole idea of this outcome-based education initially popped up in the engineering sector, which was later moved to introduced in the arts and science education. And there, excuse me, one sec, Rathesh. And later it was moved into arts and science education, but even then the universities showed some sort of reluctance to implement outcome-based education model in the higher education sector. So UGC made it as a mandatory clause in the NAAC accreditation. And even when we are coming up with the state level assessment and accreditation, we kept outcome-based education as a mandatory clause which has some significant number of weightage. Now that's why all universities, autonomous colleges and affiliating colleges now have started to implement outcome-based education model. So in that sense, now it has become a mandatory clause where all the institutions have to implement outcome-based education model in their curriculum. So
As part of that, all universities in the state has decided to move their curriculum to outcome-based education model, and now I think Kannur University is the first university in the state which has completely implemented outcome-based education curriculum, and all other universities, including the Kerala University, is on the process of implementing outcome-based education model. And regarding outcome-based education model, we know that there are a lot of criticisms and also there are a lot of advantages. Both there are both advantages and there are both positives and negatives for outcome-based education, and there's a very huge set of debate happening in the academia regarding whether we need outcome-based education in our higher education sector or whether we don't need it, because the critics are saying that this whole idea of declaring the outcomes in the beginning and later working on it won't be possible in the many of the disciplines of higher education, and they tell that this particular method is not suitable for all disciplines in the higher education sector. But though personally I feel a lot of reservation with the whole idea of this outcome-based education model. I teach political science, so at one level, I think and I believe that outcome-based education model has certain positive side, and the implementation of outcome-based education model in our curriculum would definitely help us to address some of the issues which we are facing especially in an affiliating college system. For example, as I told you, I teach political science, and in political science, we have a core paper named Indian Constitution. And in the paper of Indian Constitution, we have one major set of stuff is fundamental rights. We all know that. I think this, though the participants are from different disciplines, I think this example will communicate. And there is an article named Article 90, that is the right to freedom, and in which we discuss freedom of expression in detail. And in that particular sector, when we discuss freedom of expression, I'll tell you an example. Like in my college, I might teach that particular part in a very at a very base level, very initial level. Maybe I don't have enough time. I might be the IQAC coordinator of my college, so I won't be able to go to class. As all of you know that the IQAC people, especially if that is a NAC year, the teachers who are in charge of IQAC won't be able to go to their classes quite often. So in that sense, then those teachers would be at some points, have to rush through their syllabus just to finish their syllabus before. Sashigila, you want to say something? Manisa? Yes. No, sir. Sashigala PG has raised her hand. That's why I asked. Maybe by mistake. You can continue, sir. Okay, no problem. So the point is, just imagine that, I am the IQC coordinator and I won't be able to go to classes quite often. So I would be forced to finish my syllabus in a very fast manner. Then what happened, if I teach freedom of expression in my class, then I might just take 1 hour long single lecture in which I discuss very basics of freedom of expression. And then in another college, sometimes the professor might take some 2 or 3 lectures and go to the all details of this freedom of expression, where he or she could bring in all sort of debates related with the freedom of expression, like Kiss of Love, or the paintings of M.F. Hussain, or anything of that sort. And he or she could initiate some sort of discussion in the classroom where the students could actively intervene. And they have a very detailed discussion on the freedom of expression. And later, what happened when the exam, somebody else might put the question paper, and he or she might put a question like, critically examine the freedom of expression in contemporary India. Then what would happen?
a few of my students who are very well like versed with the newspaper debates and all those might be able to write something more. Generally, the students would end up like, discuss, writing, my students who I thought would end up their syllabus, by simply writing a few points, uh, which what I have taught in their classroom, and also something that they got from the guide. But on the other hand, those students of that class teacher, those teacher who taught them in a very detailed manner could write that answer in a very elaborate manner. And when it comes to the valuation, we all know that we often, especially in social sciences, we often do this sort of relative kind of marking where, like, even if I myself go for the valuation, and like, if I see a student write just 2 or 3 paragraph or 4 paragraph for an essay question, I will naturally give them a C or B grade. Where like a student who detailedly discuss the freedom of expression with all sort of debates that happens across, might, like, I would definitely give them a A. So what will happen? Who is going to be the loser at the end? It is a student, or our learner is going to be the loser at the end, because at the end of the day they are losing the marks. They are not aware of the debates that is being revolved around the freedom of expression. So in that sense, instead of that, in the syllabus itself, if we have discussed, if we have clearly defined the freedom of expression to a cognitive level of evaluation, then as a teacher, I am bound to teach them in that level. So you will get it in a very clear manner once we start to discuss Bloom's taxonomy. Like, I will just give you a small idea about it. Like, in Bloom's taxonomy, in cognitive domain, there are like remember, understand, analyze, apply, analyze, evaluate, and create. We could teach any of our syllabus part in any of these 6 levels. And what all of us know that majority of our classes are focusing on the understanding level itself only, because in one of our projects which we did in the Higher Education Council, we have identified that 81% of the total questions asking in the undergraduate level and also in the post-graduation level just check whether the learner has understood the concepts in detail. That's how. So that means generally our teaching itself is largely based at the understanding level, or like in some science courses it might go to the application level, and at very few instances we go to the analyze or evaluate level. So in that sense, it's up to the teacher. Like the present system is teacher centric, where the teacher takes particular module to the level. Like if the teacher is very well interested in particular area, he or she might take to the class to the evaluation level or creation level, or else they might end up in the understanding or application level. So that's why the advantage what I feel of as of outcome-based education is that when we discuss or when we declare the outcomes in the beginning, then it will help the standardization of our system. If the University Board of Studies set freedom of expression at an evaluate level, then all teachers of political science are bound to teach the freedom of expression in an evaluation level manner. To the level, their classes have to increase to the level of evaluation. Then the classes should have all sort of discussion, critical comments on the freedom of expression. So that's the one major advantage what I found of outcome-based education. And of course, in the coming days, we will have a lot of follow-up discussion in which many of you could definitely have your criticisms on outcome-based education manner as well. So let me move to the slides. So is it clear? Slide കാണുന്നില്ലേ? കാണുന്നുണ്ട് sir. So what is an outcome? An outcome of an education is what the student should be able to do at the end of a program, course, or instructional unit, or what the learner should be able to do as a consequence learning. അതായത് ഔട്ട്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ it is we are declaring in the beginning itself what the learner should be able to do at the end of a program. Program means like BA, BSc, MA. Excuse me, sir. Yes.
Sir, can you put it in slideshow mode? Sure. Okay. Okay, sir. Okay, cool. Sorry. So the point is like, I mean, uh, what the student should be able to do at the end of a program. A program means BA, BSc, BCom, MA, MSc, MCom, whatever it is. Course means the paper which we taught, like, Indian Constitution, literary theory, a Kerala economy, or optics, whatever it is. Or instructional unit means, the particular unit which we teach everyday class. So every single lecture must have an outcome. So even this particular lecture which I am making now for another half an hour has its own output. The outcome. The outcome is simple. The outcome of this particular lecture is understand the basic principles of outcome-based education model. So this is the basic uh, outcome of this particular lecture which I'm making now. So that's the thing. Outcome of an education is what the student should be able to do at the end of a program, course, instructional unit, or what the learner should be able to do as a consequence learning. 2 participants have raised their hand. They can speak out now. 3 participants. Please ask, hello? Mansar, ഇവര് കൈ വന്നിരിക്കുന്നുണ്ടല്ലോ. Sir, അവര് അല്ലാതെ കൈപൊക്കുന്നതാ. ചോദ്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ Q&A ബോക്സിൽ ഇടാൻ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ലാപ്പിൽ കൈ തട്ടി വരുന്നതാ. Okay, cool. No problem. You can continue. Okay. And outcome-നകത്ത് എന്തെല്ലാം ഉള്ളത്? An outcome is an effective ability, including attributes, skill and knowledge to successfully carry out some activity which is totally defined. There are 3 major parts for outcome which we need to have a clear-cut idea on 3 parts. One is program outcome, second is program specific outcome, third is course outcome. So these are basically, these 3 things have to be declared by the Board of Studies of respective university, and if it is in the case of autonomous college, then the Board of Studies of the autonomous college have to declare the outcome of program outcome, program specific outcome, and course outcome. And regarding program outcome is equally what we call as graduate attribute. From the name itself, it is very clear that the attribute of a graduate from a particular university. So it would be common for all courses, all disciplines of a university, and a university generally have some 4 or 5 common outcomes or common attributes. അത് BA ആണെങ്കിലും BSc ആണെങ്കിലും MCom ആണെങ്കിലും anything, whatever it is, the outcome എന്ന് പറയുന്നത് which is the program outcome is common to the entire university. Program specific outcome means that each specific program like BA Economics, BA History, BCom, MSc Physics, MSc Chemistry, MSc Mathematics, MCom, whatever. So each particular discipline, program specific has its own program specific outcomes. That is program specific outcomes. And the course outcome is the most crucial, which is like, for every single paper we teach has its own outcome. So that is course outcome. We will come to the details of all these 3 in the coming lectures. So this is what exactly I was mentioning in the beginning, like, the history of the outcome-based education model. And this is the last thing which I want to make in this particular lecture. That is program outcome. Program outcomes are statements that describe what the students graduating from general program should be able to do. Program specific outcome are the statements that describe what the graduate of a specific program should be able to do. Course outcomes are the statements that describe what students should be able to do at the end of a course. Program outcome എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എൻ്റയർ പ്രോഗ്രാം BA, BSc, MCom, MSc എന്താണോ ആ പ്രോഗ്രാമിനുള്ള ചില ഔട്ട്കം ഉണ്ടാവും വിച്ച് വുഡ് ബി വെരി ഇൻ എ ജനറലിസ്റ്റിക് നേച്ചർ. പ്രോഗ്രാം സ്പെസിഫിക് ഔട്ട്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ പ്രോഗ്രാമിനും ഇപ്പോൾ BA എക്കണോമിക്സ്, BA ഹിസ്റ്ററി, BCom, MSc ഫിസിക്സ് അങ്ങനെയുള്ള ഓരോ പ്രോഗ്രാമിനും സ്പെസിഫിക് ആയിട്ടുള്ള ഔട്ട്കം ഉണ്ടാവും, 5 or 6 ഔട്ട്കം.
that is program specific outcome. Next is course outcome, that is on a single paper which we teach. ഇപ്പം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന പേപ്പർ, ഒപ്റ്റിക്സ് എന്ന് പറയുന്ന പേപ്പർ, ലിറ്റററി തിയറി എന്ന് പറയുന്ന പേപ്പർ, അല്ലെങ്കിൽ മലയാളം കവിത എന്ന് പറയുന്ന പേപ്പർ. അപ്പോൾ ഇങ്ങനെ പഠിപ്പിക്കുന്ന ഓരോ പേപ്പറിനും ഔട്ട്കം ഉണ്ടാവും. അതിനെയാണ് കോഴ്സ് ഔട്ട്കം എന്ന് പറയുന്നത്. So these are the three things which are very crucial, and in the case of an affiliating university, affiliating college, it is the responsibility of the university to declare all these outcomes. But then what is the role of teachers or the instructors? Because the duty or the responsibility of the university is only to declare the outcomes. It is the responsibility and duty of the teachers or the instructors to ensure that these outcomes are being achieved by the learner. So in the whole process of outcome-based education, two major things are happening. One is we are moving from a teacher-centric to a student-centric stuff. ഇപ്പോൾ നമുക്കറിയാം, now we have objective for our syllabus. Objective എന്ന് പറഞ്ഞാൽ എന്താണ്? Objective is basically the direction to the instructor. ടീച്ചർക്കുള്ള നിർദ്ദേശങ്ങളാണ് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. But outcome is generally to the learner. So that's why I told you, this is fundamentally a change or shift from a teacher-centric to a learner-centric system. Second എന്ന് പറയുന്നത്, the instructors are going to have a very big role in the whole process of outcome-based education. Program outcome, program-specific outcome, and course outcome could be declared by the university, but it is the responsibility of the instructor or the teacher that these outcomes are being achieved by the learner. So in that sense, every single teacher in the academic higher education sector must have an idea on these, must have not just an idea, must have a solid idea on the program outcome, program specific outcome, course outcome, and also on the Bloom's taxonomy. So every single instructor, we really wanted that all the teachers, at least the board of studies member, should be having some sort of good idea on the outcomes. But unfortunately, even when it comes to the university level, university generally gives training to the board of studies members, and out of the 10 board of studies members, maybe 2 or 3 are participating in this process of workshops and other stuff. So that's why majority of the teachers, even in the board of studies, are not being aware of the nuances, are not being aware of the details of outcome-based education. And in that sense, I should congratulate the organizers and SM College Kollam for taking up this initiative to make the teachers aware of the outcome-based education, especially the nuances of the outcome-based education, so that tomorrow they would be able to communicate, or they would be able to deal with this new model in a very effective manner. So before getting to the details, the teachers need to have an idea on the credits very well, because we often write outcomes based on the credits of each paper. If a course has some 4 credits, we know that what is credit. Credit means 1 credit equal to 1 theory period of 1 hour per week over a semester. നമ്മൾ ഒരു തിയറി പേപ്പർ ഒരാഴ്ചയിൽ 4 ദിവസം പഠിപ്പിക്കുകയാണെങ്കിൽ, that is, it has 4 credits. Or 1 credit, 1 practical period of 2 hours per week over a semester. ഒരാഴ്ചയിൽ 2 പ്രാക്ടിക്കൽ അവർ ഉള്ള ഒരു പേപ്പർ ആണെങ്കിൽ അതിന് 1 ക്രെഡിറ്റ് എന്നാണ് പറയുന്നത്. So if a physics paper has some 4 credits, that means it might have 3 theory period and 2 practical period. So that that will come 3 plus 1, that is 4. So in that sense, this is very crucial. This should be there in your mind, because for an open course, generally we have some 2 or 3 credits depending upon the universities. So if it is of 2 credits, you need to write only 3 or 4, because as teachers we could write any number of outcomes. It is easy for us, because being the masters of the paper subject, we could be able to write any number of outcomes. When you write 5 outcomes, then it is your responsibility to ensure that these 5 outcomes are being achieved by the learner. So that's why if it is of 2 credits, then generally we have some 4 outcome. For core papers, like if the paper has some 4 credits, then normally we have some 6, 7, or even it might go to up to the 8.
So credits are very crucial when you write the outcomes. So this is basically I want to discuss as a introduction to the outcome-based education model. പറഞ്ഞത് ഇത്ര മാത്രമാണ്. Outcome-based education model, though it has been there in the academia since 1990s, this is relatively a new phenomenon in the Indian higher education system, especially for the arts and science education. Now, as the NAC or even SAC or even all other kind of accreditation agencies made it as a mandatory criteria which has some significant weightage, all the universities and colleges are rushing to implement outcome-based education model. So my point is, along with the accreditation, this is one stuff which we need to implement with utmost careful manner, because if the outcomes are wrong, like if we are coming up with the wrong outcomes, if there would be issues or problems or shortcomings with the outcomes, then definitely that would affect the delivery of our entire higher education sector. So I'm little upset with the way which we now introduce or implement outcome-based education model in our universities, but we don't have other options as the UGC and these accreditation agencies are pushing it in a footing manner. So though it has both positives and negatives, as I told you in the beginning, one major advantage what I found with the outcome-based education is that this would help to standardize the sector to a great extent, which would be helpful for both instructor and teacher. And also, when it comes to the universities, the previous finance minister, Dr. Thomas Isaac, in one of his speeches was mentioning a particular point, when a few companies came to him and asked for a particular type of graduates, some certain companies request graduates with certain skills and knowledge. We were not being able to provide the same set of people to those to their demand, because in our system we don't have this all process of declaring the knowledge or declaring the capacities or abilities that would be able to build through the our system. So in that sense, this particular model has certain advantages. Of course, there are a lot of flaws with this system as well, which we need to work on. And later, I think, there is no standard set of rule in the process of implementing of outcome-based education manner. So in that sense, we have a lot of flexibilities and liberties when we implement this outcome-based education model in our curriculum. So, and for that, at least our University Board of Studies members and our teachers need to have a good clarity on not just on the content of outcome-based education, need to have a clarity on the philosophy, all idea and philosophy of outcome-based education model as well. So this is what I want to tell you as a beginning. There are 3 things which you need to keep in your mind, that is post-program outcome, program-specific outcome, and course outcome. Program outcome is the outcome of a general program as such. Program-specific outcome is related to the particular program, like economics, physics, political science, or whatever it is. Course is related with each and every single paper which we teach in our classroom. So thank you. Now we may have interaction on whatever I have discussed so far. Floor is open for discussion. Dr. Vidya, you may invite people for discussion. Okay, sir. If participants have any queries, please raise your hands or post in the Q&A box. Now the session is open for interaction. നമ്മൾ ഓരോ കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കി തന്നെ മുന്നോട്ട് പോകണം. കാരണം ഇപ്പോൾ നിങ്ങളിത് മനസ്സിലായി എന്ന് പറഞ്ഞ് വിട്ടു കഴിഞ്ഞാലും when it comes to the activity level you will end up in little trouble. So അതുകൊണ്ട് തന്നെ we have enough time. We have move to 5 to 6 days. So we have enough time. അതുകൊണ്ട് തന്നെ ഓരോ ഭാഗങ്ങളും നമുക്ക് വളരെ കൃത്യമായിട്ട് തന്നെ ഡിസ്കസ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്നതായിരിക്കും നല്ലത്. I hope
utilize that particular privilege. So 2 things are there in the chat box. Let me check. Okay. Dr. Vidya, please ask them whether they have understood, like, അവർക്ക് മനസ്സിലായിട്ടുണ്ടോ എന്നുണ്ടെങ്കിൽ ചോദിക്കൂ. I mean, നമ്മൾ വളരെ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്തത്. അത് മനസ്സിലായിട്ടുണ്ടോ എന്നെങ്കിലും ചോദിക്കാം. അതെങ്കിലും അറ്റ്ലീസ്റ്റ് they can tell in the chat box whether the things were clear. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആണോ എന്നുള്ള കാര്യമെങ്കിലും നിങ്ങൾ chat box. Participants has raised hands. So Aparna teacher, please talk. Please ask. Aparna teacher. Teacher, do you want to ask something? Okay, there are a couple of questions there. Suma Lakshmi, yes. In the syllabus, we are given PSOs and COs. Do we have to follow the same while we teach? You have to follow because that's mandatory. Because once if the university declare program specific outcome and course outcome, it is the responsibility of the instructor to follow it strictly. Because, when it comes to the question paper, that we will come to it later, when it comes to the setting of the question papers, the questions would be largely based on these PSOs and COs, especially COs, when it comes to the course outcome. Because if a particular part like freedom of expression is marked as evaluate, and another stuff like right to equality is understand level, you cannot ask a question in an analytical manner from the right to equality. But right to equality എന്ന് പറയുന്ന കാര്യത്തെക്കുറിച്ച് അതിനകത്ത് റൈറ്റ് ടു ഇക്വാലിറ്റി എന്നുള്ളത് അണ്ടർസ്റ്റാൻഡിങ് ലെവലിലാണ് പഠിപ്പിക്കണം എന്നുള്ളതാണ് കോഴ്സ് ഔട്ട്കമിൽ പറയുന്നുണ്ടെങ്കിൽ യു ജസ്റ്റ് നീഡ് ടു മേക്ക് ദ ലേണർ അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് റൈറ്റ് ടു ഇക്വാലിറ്റി. പക്ഷേ അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവിടെ നിന്ന് പിന്നെ ഒരിക്കലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല. യു കനോട്ട് ടെസ്റ്റ് വെദർ ദേ കുഡ് ഇവാലുവേറ്റ് റൈറ്റ് ടു ഇക്വാലിറ്റി എന്നുള്ളത്. അതേസമയത്ത് ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ എന്ന് പറയുന്ന കാര്യം, അല്ലെങ്കിൽ റൈറ്റ് ടു ഫ്രീഡം എന്ന് പറയുന്ന കാര്യം, if you discuss, if you marked it as evaluate or analyze, ആ ലെവലിൽ തന്നെ നിങ്ങൾ പഠിപ്പിക്കേണ്ടി വരും. So that is very important. So I am teaching philosophy. In my case, program outcome is the outcome of BA and program's outcome is outcome of philosophy. Am I right, sir? Definitely yes. Program outcome is outcome of BA and program specific outcome is outcome of philosophy. You are absolutely right, Dr. Soumya. നീ അവിടെ നിന്ന് കയറി ഞാൻ പോരട്ടോ, നീ ഒന്ന് കയറി ചോദിച്ചു പോരും, നീ അവിടെ നിന്ന് കയറി ചോദിച്ചു പോരും. ഹലോ ഹലോ, കേൾക്കാൻ പറ്റുന്നുണ്ടോ? കേൾക്കാൻ പറ്റുന്നുണ്ട്. ഷെഫീഖ് സാറ്, നമ്മൾ ഈ ഔട്ട്കം ബേസ്ഡ് എഡ്യൂക്കേഷൻ പറയുമ്പോൾ ഇപ്പം സാറ് സ്പെസിഫിക് ഔട്ട്കംസ് എല്ലാം നമ്മള് സ്പെസിഫിക് ഓരോന്നിനും ഓരോ ഔട്ട്കംസ് നമ്മൾ പറയുമല്ലോ. ഞാനൊക്കെ ബോർഡ് ഓഫ് സ്റ്റഡീസ് മെമ്പറാണ്. അപ്പം ഞങ്ങള് ഈ ക്വസ്റ്റ്യൻസ് ഇപ്പൊ ക്രിട്ടിക്കലി ഇവാലുവേറ്റ് അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മളിപ്പോ ക്വസ്റ്റ്യൻസ് എത്രത്തോളം ഇട്ടാലും കുട്ടികൾ ആൻസർ ചെയ്യുന്നത് അത്രത്തോളം എത്തിയിട്ടില്ല. അത് ടീച്ചർ അതെങ്ങനെയാ അറിയോ? അതെന്തുകൊണ്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാല് നോക്കൂ, ആസ് ടീച്ചേഴ്സ് വി ക്യാൻ മേക്ക് എനിത്തിങ് ഇൻ എ ക്രിട്ടിക്കലി ഇവാലുവേറ്റ് ലെവൽ. പക്ഷെ നമ്മുടെ കുട്ടികൾക്ക് അത് പറ്റില്ല. അതുകൊണ്ട് തന്നെ അത് നിങ്ങൾക്ക് മനസ്സിലാവും. വെൻ വി കം ടു ദി ബ്ലൂംസ് ടാക്സോണമി, ദർ ഇസ് എ റേഷ്യോ വിച്ച് ദ ബോർഡ് ഓഫ് സ്റ്റഡീസ് ഹാവ് ടു ഫിക്സ്, or at least the teacher have to fix. ഇപ്പം ഒരു സിലബസിൻ്റെ എത്ര ശതമാനമാണ് അണ്ടർസ്റ്റാൻഡിങ് ലെവലിൽ? ഇപ്പോൾ 100-ൽ 50% അണ്ടർസ്റ്റാൻഡിങ് ലെവലിലേ പറ്റുള്ളൂ. ഒരു another 10% could be like 10 or 20% could be like in application level. ഒരു എൻറ്റയർ സിലബസിൻ്റെ ഒരു കോഴ്സിൻ്റെ ഇപ്പം ആസ് എ ടീച്ചർ ഇഫ് ഐ ടീച്ച് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പേപ്പർ, അതിനകത്ത് അതൊരു 10% അല്ലെങ്കിൽ 20% മാത്രമേ ക്രിട്ടിക്കൽ ഇവാലുവേറ്റ് ലെവലിൽ വരുന്നുള്ളൂ. The rest would come like in the very minimal level, like understanding or application level. അപ്പം നമുക്ക് എല്ലാ കാര്യങ്ങളും ക്രിട്ടിക്കൽ ലെവലിൽ കൊണ്ടുപോകുന്നു എന്നുള്ളതല്ല. One advantage with autonomous college is that they could fix their outcome considering the background of majority of their students.
പക്ഷേ ഒരു യൂണിവേഴ്സിറ്റിയിൽ വരുമ്പോൾ ഒരു പ്രശ്നം എന്താ വെച്ചാൽ ആസ് എ ബോർഡ് ഓഫ് സ്റ്റഡീസ് മെമ്പർ, ഇപ്പോൾ കേരള യൂണിവേഴ്സിറ്റിയിൽ നമുക്കറിയാം നഗരങ്ങളിൽ കുറച്ചുകൂടി മിടുക്കരായിട്ടുള്ള, ഇൻ ദ സെൻസ് ഒരു എബവ് ആവറേജ് സ്റ്റുഡൻസ് പഠിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടാവും. അതുപോലെ നമ്മുടെ വളരെ മാർജിനലൈസ്ഡ് സെക്ഷനിൽ നിന്ന് വരുന്ന കുട്ടികൾ പഠിക്കുന്ന ഒരുപാട് സ്ഥാപനങ്ങളുണ്ടാവും. കാരണം നമ്മുടെ സൊസൈറ്റിയുടെ റിപ്ലിക്കയാണ് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അപ്പം ഒരു പ്രത്യേകിച്ച് ഒരു യൂണിവേഴ്സിറ്റി ലെവലിൽ ബോർഡ് ഓഫ് സ്റ്റഡീസ് ഒരു ഔട്ട്കം ഫിക്സ് ചെയ്യുന്ന സമയത്ത് ദേ നീഡ് ടു തിങ്ക് ഹൺഡ്രഡ്സ് ഓഫ് ടൈംസ്. കാരണം എല്ലാ കുട്ടികളെയും ഉൾക്കൊള്ളുന്ന രീതിയിൽ വേണം. നമുക്ക് ഏറ്റവും മിടുക്കരായ കുട്ടികൾക്ക് ചലഞ്ചിങ് ആവുന്നതോടൊപ്പം തന്നെ ഏറ്റവും ആവറേജ് ബിലോ ആവറേജ് ലെവലിൽ നിൽക്കുന്ന കുട്ടികളെ കൂടി ഉൾപ്പെടുത്തി കണ്ട് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം വി നീഡ് ടു ഡിഫൈൻ ദി ഔട്ട്കം. അപ്പോൾ എല്ലാ കാര്യങ്ങളും ക്രിട്ടിക്കൽ തിങ്കിങ്ങിലേക്ക് കൊണ്ടുവരിക എന്നല്ല ഔട്ട്കമിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു സിലബസിനകത്ത് എന്തെല്ലാം കാര്യങ്ങളാണ് കുട്ടി മനസ്സിലാക്കേണ്ടത്, ദാറ്റ് വിൽ ഗോ ടു ദി അണ്ടർസ്റ്റാൻഡിങ് ലെവൽ. അത് അണ്ടർസ്റ്റാൻഡിങ് ലെവലിലാണ് ആ കാര്യങ്ങൾ ചോദിക്കുകയും വേണ്ടത്. നോക്കൂ, നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് എടുത്തു നോക്കൂ. ആക്ച്വലി ദാറ്റ് ഹാസ് ബീൻ സെറ്റ് ഇൻ സച്ച് എ വേ ദാറ്റ് ആദ്യത്തെ കാര്യം ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ദാറ്റ് കംസ് ഇൻ ദ റിമെമ്പർ. ബ്ലൂംസ് ടാക്സോണമിയിൽ റിമെമ്പറിലാണ് വരുന്നത്. ദെൻ വൺ വേർഡ് ലൈക്ക് നമ്മൾ ഡെഫിനിഷൻസ് എല്ലാം ചോദിക്കുന്ന പാർട്സ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ബേസിക്കലി അണ്ടർസ്റ്റാൻഡിങ് അല്ലെ. നോക്കൂ, അവിടെ മെജോറിറ്റി മാർക്ക് വരുന്നുണ്ട്. ഷോർട്ട് എസ്സേ വരുന്ന സമയത്ത് ആപ്ലിക്കേഷൻ ലെവലിലൊക്കെയാണ്. വെൻ ഇറ്റ് കംസ് ടു ദി എസ്സേ ദാറ്റ് ഈസ് ഓഫ് ലൈക്ക് സം 20 മാർക്സ് ഔട്ട് ഓഫ് 80 വിൽ റേസ് ടു ദി ഇവാലുവേറ്റ് ലെവൽ. അപ്പോൾ കുട്ടികളെ കൺസിഡർ ചെയ്തുകൊണ്ട് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഔട്ട്കം ചെയ്യാൻ പറ്റുള്ളൂ. വൺ മേജർ ഷോർട്ട് കമ്മിങ് ഓഫ് ഡിക്ലെയറിങ് ഔട്ട്കം ബേസ്ഡ് എഡ്യൂക്കേഷൻ അറ്റ് യൂണിവേഴ്സിറ്റി ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. കാരണം ഏറ്റവും മിടുക്കരായ വിദ്യാർത്ഥികൾക്ക് പലപ്പോഴും അത് ഒട്ടും ചലഞ്ചിങ് അല്ലാതായി മാറും. അല്ലെങ്കിൽ എന്ത് സംഭവിക്കും, ബിലോ ആവറേജ് നിൽക്കുന്ന കുട്ടികൾക്ക് ഒരിക്കലും അറ്റൈൻ ചെയ്യാൻ പറ്റാത്ത ലെവലിലേക്ക് പോകുന്ന കാര്യം വരും. ഇപ്പം മാറി വാനിയസ് കോളേജിലെ അല്ലെങ്കിൽ ഫാത്തിമ മാതാ കോളേജിലോ ഇപ്പോൾ ഞാൻ പഠിപ്പിക്കുന്ന മമ്പാട് MESലോ ഔട്ട്കം എഴുതുക എന്ന് പറഞ്ഞാൽ കുറേ കൂടി എളുപ്പമാണ്. ബിക്കോസ് വി നോ ദ ബാക്ക്ഗ്രൗണ്ട് ഓഫ് അവർ സ്റ്റുഡൻസ്. ഇപ്പോൾ ഞാൻ പൊളിറ്റിക്കൽ സയൻസിന് എഴുതുമ്പോൾ ഞങ്ങൾ പഠിപ്പിക്കുന്ന 60x3 180 കുട്ടികളെ മാക്സിമം നമുക്ക്, അല്ലെങ്കിൽ 200 സ്റ്റുഡൻസേ ഉള്ളൂ. അവർ പൊതുവേ എപ്പോഴും ഒരേ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നവരായിരിക്കും. സോ വി നോ ദം വെരി വെൽ. ദാറ്റ് ഈസ് ദ കേസ് വിത്ത് ദി മാറി വാനിയസ് ഓർ ഫാത്തിമ മാതാ കോളേജ്. ബട്ട് ദാറ്റ് ഈസ് നോട്ട് ദ കേസ് വിത്ത് ദ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഓർ യൂണിവേഴ്സിറ്റി ഓഫ് കേരള. കാരണം പല ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന കുട്ടികളുണ്ട്. അപ്പോൾ അവരുടെ എല്ലാം തന്നെ ഉൾക്കൊണ്ടുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, സിലബസിൽ ഔട്ട്കം സിലബസ് ഉണ്ടാവും. ആ സിലബസിന് നമ്മൾ ഔട്ട്കം ഡിക്ലെയർ ചെയ്യുന്ന സമയത്ത് എല്ലാ വിഭാഗം കുട്ടികളെയും ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതാണെങ്കിൽ മനസ്സിലാക്കിയാൽ മതി. ചില കാര്യങ്ങൾ മാത്രം ലൈക്ക് 10% മാത്രമാണ് നമ്മൾ ഇവാലുവേറ്റ് ഓർ അനലൈസ് ലെവലിലേക്ക് കൊണ്ടുവരുന്നത്. എസ്പെഷ്യലി ഇൻ ദ ഫസ്റ്റ് സെമസ്റ്റേഴ്സ്, ആദ്യത്തെ 1, 2, 3 സെമസ്റ്ററുകളിലൊക്കെ. അപ്പോൾ വെൻ ഇറ്റ് കംസ് ടു ദ 5th or 6th സെമസ്റ്റർ, 5ാമത്തെയോ 6ാമത്തെ സെമസ്റ്ററിലോട്ട് വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവാലുവേറ്റ് അനലൈസിൻ്റെയും ഇവാലുവേറ്റ് ലെവൽ വേണമെങ്കിൽ ഒരു 30 to 40% ഇപ്പോൾ നമ്മുടെ കോർ പേപ്പർ, ഇപ്പോൾ ഏത് എക്കണോമിക്സ് പഠിപ്പിക്കുന്ന ടീച്ചറാണെങ്കിൽ ഫോർസേ കേരള എക്കണോമിയുടെ പേപ്പർ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഓപ്ഷണൽ പേപ്പർ നമ്മൾ കൊടുക്കുന്ന സമയത്ത് അത്തരം പേപ്പറുകളിലെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ഇവാലുവേറ്റ് അനലൈസ് ലെവൽ എന്നുള്ളത് ഒരു 30-40% ടു മേക്ക് ദ സ്റ്റുഡൻസ് തിങ്ക് ഓഫ്, ലൈക്ക് അവരാണല്ലോ PGയിലോട്ടും റിസർച്ചിലോട്ടും പോകേണ്ടത്. അതിനൊരു ബേസ് കൂടി നൽകുന്ന ലെവലിലായിരിക്കണം. സോ നമ്മുടെ ഇനീഷ്യൽ സെമസ്റ്ററുകളിൽ സെമസ്റ്റർ 1, സെമസ്റ്റർ 2 അതിൽ നമ്മൾ പഠിപ്പിക്കുന്നതിൽ മെജോറിറ്റിയും അണ്ടർസ്റ്റാൻഡിങ് ലെവലിൽ തന്നെയായിരിക്കും. ബിക്കോസ് വി ആർ ഇൻട്രൊഡ്യൂസിങ് ദ topic, we are introducing the discipline to the learner. കാരണം നമുക്കറിയാം especially in our social sciences and arts there are many students who are coming from like science കഴിഞ്ഞ കുട്ടികൾ often come for the BA economics or BA English, so അല്ലെങ്കിൽ BA history. They may not be that much aware of the basics of the history, what the what a +2 humanities student learn in the +2 ക്ലാസ്സസ്. അപ്പോൾ അവരെ കൂടി കൺസിഡർ ചെയ്തുകൊണ്ട് വേണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഔട്ട്കം എഴുതേണ്ടത്. അപ്പോൾ ഒരുപക്ഷെ ഫസ്റ്റ് സെമസ്റ്ററിലെ പേപ്പറിൽ ഔട്ട്കം എഴുതുന്ന സമയത്ത് മേ ബി 80% would definitely go for the understanding level, ഒരു പക്ഷേ. ബട്ട് വെൻ ഇറ്റ് കംസ് ടു that depends upon the nature of the paper as well. ക്ലിയർ ആണോ ടീച്ചറെ? ഷെഫീഖ് സാറേ, ഞാൻ ഒരു കാര്യം കൂടി പറയട്ടെ. ഈ നമ്മുടെ ഈ ഔട്ട്കം OB സിസ്റ്റം ഓഫ് എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ബ്ലൂംസ് ടാക്സോണമിയിൽ ഹയർ ഓർഡർ തിങ്കിങ്ങിലേക്ക് പോകുമല്ലോ. ഹയർ ഓർഡർ തിങ്കിങ്ങിൽ പോകുമ്പോൾ അതില് ടീച്ചേഴ്സിന്റെ സൈഡിൽ നിന്നും സ്റ്റുഡൻസിന്റെ സൈഡിൽ നിന്നും 2 ആസ്പെക്ട് എടുക്കുമ്പോഴും നമ്മൾ നമ്മൾ ഈ സിലബസിനകത്തിൽ അനലൈസ് അല്ലെങ്കിൽ ഇവാലുവേറ്റ് എന്ന് പറഞ്ഞ് നമ്മൾ അതിനകത്തിൽ ഇൻക്ലൂഡ് ചെയ്താൽ പോലും പലപ്പോഴും നമ്മൾ ടോപ്പിക് എടുക്കുമ്പം ഒരു അണ്ടർസ്റ്റാൻഡിങ് ലെവലിൽ നിന്ന് മാത്രമേ ടീച്ചേഴ്സ് പലപ്പോഴും എടുക്കുന്നതായിട്ട് തോന്നുന്നുള്ളൂ.
അതാണ് അത് ടീച്ചേഴ്സിന്റെ സൈഡിൽ നിന്ന് അങ്ങനെ ഒരു അത് ടീച്ചറെ അവിടെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇപ്പം ഒരു കാര്യം ഇവാലുവേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ആ കോൺസെപ്റ്റ് കുട്ടിക്ക് മനസ്സിലാക്കി കൊടുക്കണം. അണ്ടർസ്റ്റാൻഡ് വരുന്നു, അത് അപ്ലൈ ചെയ്യുന്നു, അത് അനലൈസ് ചെയ്യുന്നു, അതായത് അതിന്റെ വിശകലനം നടത്തിയതിന് ശേഷം മാത്രമേ എന്ത് വരുന്നുള്ളൂ, വിലയിരുത്തൽ വരുന്നുള്ളൂ. അപ്പൊ ഈ പറഞ്ഞ അത് ഒന്നാമത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലൂംസ് ടാക്സോണമിയെ കുറിച്ചോ അല്ലെങ്കിൽ ഈ കോഗ്നിറ്റീവ് ഡൊമൈൻസിനെ കുറിച്ചോ നമ്മുടെ ടീച്ചേഴ്സിന്, ബിക്കോസ് വി നോ ദാറ്റ് അൺലൈക്ക് അവർ സ്കൂൾ സിസ്റ്റം ദ ടീച്ചേഴ്സ് ആർ നോട്ട് ബീങ് ട്രെയിൻഡ് അല്ലെ. നമ്മുടെ കോളേജ് സിസ്റ്റത്തിന്റെ ഒരു മെയിൻ പ്രശ്നം തന്നെ അതാണ് പറയുന്നത്. നമുക്ക് ടീച്ചേഴ്സിന് ട്രെയിനിങ് ഇല്ല എന്നുള്ളത്. ഈവൻ വൺ ഓഫ് ദ സ്റ്റഡീസ് ബൈ ദി ഹയർ എഡ്യൂക്കേഷൻ കൗൺസിൽ ഇറ്റ്സെൽഫ് സെഡ് ദാറ്റ് റെക്കമെൻഡ്സ് ദാറ്റ് ഹയർ എഡ്യൂക്കേഷനിലേക്ക് വരുന്ന ടീച്ചേഴ്സിനും ദർ ഷുഡ് ബി എ റിഗറസ് ട്രെയിനിങ്. ബിക്കോസ് മറ്റേത് ബി.എഡ് കഴിഞ്ഞ ടീച്ചേഴ്സാണ്, അറ്റ്ലീസ്റ്റ് ഇൻ ദ ബി.എഡ് അവർക്ക് ബ്ലൂംസ് ടാക്സോണമിയും കാര്യങ്ങളെല്ലാം തന്നെ കുറേ കൂടി പരിചയമായിരിക്കും, വിച്ച് ഈസ് നോട്ട് ദ കേസ് വിത്ത് ദി ഹയർ എഡ്യൂക്കേഷൻ. അത് ആ ട്രെയിനിങ്ങിൻ്റെ കുറവ് കൊണ്ടാണ് വരുന്നത്. പക്ഷേ ഇഫ് എ പെർട്ടിക്കുലർ സ്റ്റഫ് ഈസ് മാർക്ക്ഡ് ആസ് ഇവാലുവേറ്റ് ഓർ അനലൈസ്, it is the duty of the instructor to raise the level of the class to that level. Initially, first they have to make the learner understand of the phenomenon or process, then they have to apply it in a particular context, then they have to analyze, and later they have to move to the final level, higher order of the evaluation. അത് ടീച്ചർ അതിനാണ് നമ്മൾ ഇത്തരത്തിലുള്ള ട്രെയിനിങ് വേണമെന്ന് പറയുന്നത്. What you have raised is ഞങ്ങൾ ഫേസ് ചെയ്യുന്നൊരു ഇഷ്യൂ ആണ്. വെൻ വി ഗോ ടു ദി യൂണിവേഴ്സിറ്റി ബോർഡ് ഓഫ് സ്റ്റഡീസ് ലെവൽ മീറ്റിംഗ്സ് അല്ലെങ്കിൽ ആ ലെവലിൽ ട്രെയിനിങ്ങിന് പോകുന്ന സമയത്ത് വി ഡു ഫൈൻഡ് ദിസ് ആസ് എ ഇഷ്യൂ. നമ്മൾ ക്വസ്റ്റ്യൻസ് ഇടുമ്പോഴും പലപ്പോഴും നമ്മൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഇടുമ്പോഴും അതിന്റെ സ്കീംസ്, ഫോർ എക്സാമ്പിൾ നമ്മൾ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ സ്കീം വരുമ്പോൾ എന്ത് ചെയ്യുന്ന അറിയാമോ, അതിനകത്തിലെ സ്കീം ടീച്ചേഴ്സ് തന്നെ ആയിരിക്കുമല്ലോ പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പൊ സ്കീമിനകത്തിൽ അവർ അണ്ടർസ്റ്റാൻഡിംഗ് ലെവലിൽ നിന്ന് മാത്രമേ ആ സ്കീം പ്രിപ്പയർ ചെയ്യുന്നുള്ളൂ. അപ്പൊ അത് ഔട്ട്കം ബേസ്ഡ് എഡ്യൂക്കേഷൻ മോഡലിനെ തകർക്കുകയാണ്. കാരണം എന്ന് വെച്ചാൽ ഒരു കുട്ടിക്ക് ഇവാലുവേഷൻ പവർ ഉണ്ടോ, അല്ലെങ്കിൽ കുട്ടിയെ ഇവാലുവേറ്റ് ചെയ്യാനുള്ള അല്ലെങ്കിൽ ക്രിട്ടിക്കലി തിങ്ക് ചെയ്യാനുള്ള ഒരു കഴിവ് കുട്ടിക്ക് ഉണ്ടോ എന്നുള്ളത് നമുക്ക് പരിശോധിക്കാൻ പറ്റുന്നില്ല. അതാണ് ഇതിനകത്ത് വരുമ്പോഴേ ഈ ടീച്ചേഴ്സിന്റെ സൈഡിൽ നിന്നും സ്റ്റുഡൻസിന്റെ സൈഡിൽ നിന്ന് റെസിപ്രോക്കേറ്റീവ് ആയിരിക്കണം. താങ്ക് യു. ഓക്കെ. So all the colleges under the university could have the same, yes, എല്ലാ യൂണിവേഴ്സിറ്റി ഓഫ് കേരള കീഴിൽ അഫിലിയേറ്റ് ചെയ്ത എല്ലാ കോളേജുകൾക്കും ഒരേ PSOയും CO ആയിരിക്കും. വി വർ ആസ്ക്ഡ് ടു ഫ്രെയിം അവർ ഓൺ COs. അത് ഇപ്പോൾ ഈ ഒരു ഇനീഷ്യൽ ലെവലിൽ എല്ലാ കോളേജുകളോടും സ്വന്തം നിലക്ക് പ്രിപ്പയർ ചെയ്യാൻ പറയുന്നുണ്ട്. ബട്ട് ലേറ്റർ ദ യൂണിവേഴ്സിറ്റി വിൽ കം ടു എ കോമൺ level. That's what I have understood. When we write the course outcomes, should be specific for each topic or for a module or just for the paper as a whole? That we will discuss it when it comes to the level of course outcome. We will have a very proper and detailed discussion on how to write course outcome in another. So I'm not to the question raised by Rehna, I'm not answering at the moment. We will have a very detailed discussion at the later level. Asha Eskuti, should our evaluation system change? Definitely we have to change. That's the one major issue which we face right now, because we are changing our mode of instruction. When we change the mode of instruction, definitely our mode of evaluation also had to be changed, because this model of exam, assignment, seminar wouldn't be sufficient enough to test whether the learner has achieved certain knowledge, skill or attitude. So in that sense, we are now recommending to the universities that the teacher, at least in the 20% of the our in 20 or 30% of the internal assessment which we have, the instructor must have an absolute monopoly or liberty to fix the outcome, because one cannot test the phonetics paper with a public policy paper. Public policy പേപ്പറിന്റെ ഔട്ട്കമും അതുപോലെ തന്നെ ഫോണറ്റിക്സ് പേപ്പറിന്റെ ഔട്ട്കമും നമുക്ക് ഒരേ പരീക്ഷ അല്ലെങ്കിൽ സെമിനാർ അസൈൻമെന്റിലൂടെ ചെയ്യാൻ പറ്റില്ല. ദാറ്റ്സ് വൺ ഓഫ് ദി മേജർ ഫ്ലോസ് ഓർ ഷോർട്ട് കമ്മിങ്സ് ഓഫ് അവർ assessment system, which have to change accordingly. നമ്മൾ ഇപ്പോൾ ഈ നടത്തിക്കൊണ്ടിരിക്കുന്ന ട്രാൻസിഷൻ്റെയോട് കൂടി തന്നെ നമ്മുടെ ഇവാലുവേഷൻ ലെവൽ കൂടി മാറേണ്ടതായിട്ടുണ്ട്. ദാറ്റ്സ് എ വെരി വാലിഡ് ക്വസ്റ്റ്യൻ and which we are now working with the universities in that level. Are there any more questions? Sir, there is a question in the chat box by Pinky Shabin. If there is no application type in design syllabus, how to frame PO? Well, if there is no in the chat box.
If there is no application type in design syllabus, PO we are now coming to the PO. PO എന്ന് പറയുന്നത് വളരെ ജനറലിസ്റ്റിക് ആയിട്ടുള്ള കാര്യമാണ്. That we will come to this question very soon, like in another half an hour. അപ്പം നിങ്ങൾക്ക് ക്ലിയർ ആവും. Okay? We have not yet reached the PO. നമ്മൾ PO ലെവലിൽ എത്തിയിട്ടില്ല. When we start to discuss PO, you will come to know what is PO and like how is it connected with the syllabus and the program specific outcome. Any other queries? Mansare? I think I am done. ഷഫീഖ് സാറെ കേൾക്കാമോ? കേൾക്കാം. പുഷ്പ ടീച്ചറെ പറയൂ. സാറിന് ഓർമ്മയുണ്ട് സാർ. ഞങ്ങള് കെമിസ്ട്രിയുടെ സിലബസ് ഈ ഔട്ട്കം ബേസ്ഡ് മാറ്റിയായിരുന്നു കഴിഞ്ഞ വർഷം, യുജിയും പിജിയും. അതിൽ നിന്ന് എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ടീച്ചിങ് മെത്തേഡ് മാറണം. അതിനുവേണ്ടി ടീച്ചേഴ്സിന് ഇതുവരെ ഒരു ട്രെയിനിങ് ഒന്നും കൊടുത്തിട്ടില്ല. ടീച്ചേഴ്സ് ഇതിനെ പറ്റി വറീഡ് അല്ല, ബോധേഡ് അല്ല. സിലബസ് പഴയത് തന്നെ, അതിനകത്ത് നമ്മൾ ഇതെല്ലാം എഴുതി ചേർത്തിട്ടുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ അതാരും നോക്കുന്നില്ല, ശ്രദ്ധിക്കുന്നില്ല, അതിനൊരു ട്രെയിനിങ് കിട്ടിയിട്ടില്ല. അപ്പൊ അതിന് എന്താണ് ചെയ്യുന്നത്, അത് ഉദ്ദേശിച്ചാണ് നമ്മൾ ഇതൊന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു. എന്നിട്ട് കൂടുതൽ പേരും നമ്മുടെ കോളേജിലുള്ളവരാണ് കൂടുതൽ പേരും ഇപ്പൊ ഇതിന് ചേർന്നിരിക്കുന്നത്. പുറത്തുനിന്ന് വളരെ കെമിസ്ട്രിക്ക് ഇപ്പൊ 3 പേരെ പുറത്തുനിന്ന് വന്നിട്ടുള്ളൂ. കെമിസ്ട്രിയുടെ പിന്നെ ഇപ്പൊ ഇനി ചെയ്യാൻ പോകുന്നത് വെച്ചാൽ നമ്മുടെ ഈ യൂണിവേഴ്സിറ്റിയിലെ നമ്മുടെ ഈ റിഫ്രഷർ കോഴ്സ്, അതുപോലെ ഇൻഡക്ഷൻ കോഴ്സ് എല്ലാം ഉണ്ടല്ലോ, അക്കാഡമിക് കോഴ്സ്, അതിനകത്തൊക്കെ ഇതൊരു മാൻഡേറ്ററി ആയിട്ടുള്ള ഒരു സിലബസ് ആയിട്ട് ഒരു മൊഡ്യൂളായിട്ട് ഞങ്ങൾ പറയുന്നുണ്ട്. സോ ഇപ്പൊ പല യൂണിവേഴ്സിറ്റീസും അത് ഇൻകോർപ്പറേറ്റ് ചെയ്ത് തുടങ്ങുന്നുണ്ട്. നമ്മൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. യൂണിവേഴ്സിറ്റികളുമായിട്ട് അസോസിയേറ്റ് ചെയ്തുകൊണ്ട് എല്ലാ ടീച്ചേഴ്സിനെയും ട്രെയിൻ ചെയ്യുന്ന ലെവലിലേക്ക് നമ്മൾ വരും. ആക്ച്വലി വി ഹാവ് ഇനീഷ്യേറ്റഡ് ദിസ് ട്രെയിനിങ് ഓൺ ഔട്ട്കം ബേസ്ഡ് എഡ്യൂക്കേഷൻ. അതിനിടയിലാണ് കോവിഡ് വന്നത്. വി ഹാവ് ടു ഫോക്കസ് ഓൺ ഓൺലൈൻ ടീച്ചിങ്. ഇപ്പോൾ ഞങ്ങൾ ഇതിനിടയ്ക്ക് കൊടുത്ത അധികം ട്രെയിനിങ്സ് എല്ലാം തന്നെ LMS ട്രെയിനിങ്സും മറ്റുമായിരുന്നു. ഇനിയും ഞങ്ങൾ കൊടുക്കാൻ പോകുന്നത് അതാണ്. ബിക്കോസ് ദോ വി ഹാവ് സ്റ്റാർട്ടഡ് ഇറ്റ് ആസ് എ സ്റ്റോപ്പ് ഗ്യാപ്പ് അറേഞ്ച്മെൻറ്റ്, ഇപ്പോൾ അതൊരു മാൻഡേറ്ററി ആയിട്ട്, അതായത് നമുക്കറിയാം UGC എന്നെല്ലാം വരുന്ന നിർദ്ദേശങ്ങൾ പലപ്പോഴും വെദർ വി ലൈക്ക് ഇറ്റ് ഓർ നോട്ട്, വെദർ വി അക്സെപ്റ്റ് ഇറ്റ് ഓർ നോട്ട്, വി ആർ ബൗണ്ട് ടു ഫോളോ അറ്റ് വൺ ലെവൽ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ ഈ ഒരു ഔട്ട്കം ബേസ്ഡ് എഡ്യൂക്കേഷനിലുള്ള ട്രെയിനിങ് ഒരു ലെവലിൽ സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നു. ബട്ട് ഡെഫിനറ്റ്ലി വി വിൽ ടേക്ക് ഇറ്റ് അപ്പ്. ഇപ്പോൾ ഈ ഒരു ഓൺലൈൻ എഡ്യൂക്കേഷൻ ആർന്നത് നമുക്ക് ഒരുപാട് പോസിബിലിറ്റി നൽകുന്നുണ്ട്. ഞങ്ങളെ അറ്റ്ലീസ്റ്റ് ദി ഐഡിയ ഓഫ് ഔട്ട്കം ബേസ്ഡ് എഡ്യൂക്കേഷൻ എല്ലാ ടീച്ചേഴ്സിനെയും പരിചയപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു വളരെ എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള ട്രെയിനിങ് പ്രോഗ്രാംസ് ഞങ്ങൾ കൗൺസിലിൻ്റെ ലെവലിൽ പ്ലാൻ ചെയ്യുന്നുണ്ട്, വിച്ച് വിൽ ബി ഇനീഷ്യേറ്റഡ് സൂൺ. ഓക്കെ താങ്ക് യു സർ. Okay, Dr. Manulal will continue with the program outcome. ബ്രേക്കിൻ്റെ ആവശ്യമൊന്നും ഉണ്ടാവില്ല. Hello. So good afternoon all. Good afternoon, sir. Okay. So let's start to the second part of this today's program. Actually, I think in the general introduction and its relevance have been familiar to you all by now, and Dr. Shafiq has already given a quite elaborated discussion about that point. I think many of the questions you raised here is somewhat quite relevant and quite in fact quite enthusiastic oriented, since at the beginning of a 5-day program, I think it is so those questions will be resolved by this program. I believe that, because after the 5-day program, the questions that you may ask will be quite different.
So that point we will be discussing more later. By the time during the course of this 5-day program, I think we will have enough opportunity to clear it out by yourself by doing these exercises. So let's start with some more brief idea about this workshop. I will, here I am just sharing one slide. I think it's visible to you now. Yes, sir, visible. See, actually, when you look into the, there are a large number of issues connected with the higher education system that we are following right now. A full screen is the full. Yes, sir. Okay. A large number of issues connected with the education system. Actually, we get a lot of policy documents in every year. Large number of policy documents are coming out by UGC, issued by other regulatory instruments in the country. I think most of the cases, most of these documents generally point out the issues connected with such a very complexity connected with our education system, especially the university. We have a large number of universities connected with and affiliated, a number of affiliated institutions. India, a general trend, something around nearly 1,000 universities and nearly 40,000 institutions, affiliated institutions, working across the different regions. കേരളത്തിലാണെങ്കിൽ തന്നെ നമുക്കറിയാം approximately 1,700 institutions that all coming under the different pattern of function, like government, aided, unaided sector, and all coming under the affiliated mechanism of different universities. Naturally, we can expect a lot of problems in its administration and functions. And when we adopt any kind of specific instructions or specific pattern of education scheme, naturally we know that there are a lot of resistance from the different stakeholder communities naturally or normally come up. So that point is quite familiar to all of us, that we in everyday practice we are experiencing that kind of problems. So I'm not talking in detail about different connected problems with this present system that we follow, but one of the few things which we earlier first morning session talked about, that is Washington Accord. You know that assessment and Washington Accord il nammal join cheyyumbol actually the precondition of getting signed or becoming a signatory within the Washington Accord is the two conditions. They proposed that every country who are interested to get into this accord or get into this mutual agreement, they have to follow two things. One is that they have to adopt a assessment and accreditation mechanism, a fair proof and foolproof assessment accreditation mechanism, and second one is choice-based credit system. Actually, we have introduced this thing, choice-based credit system, long back, about 2000, in the beginning of 2000, and assessment accreditation is also subsequently in 2010 or nearly 2006 onwards, so that is also being implemented. So the purpose of introducing these two system here is basically connected with the Washington Accord, and they have proposed, and subsequently many issues are many quality criteria have been proposed because of this implementation of these two things. And then NAAC and UGC subsequently have come into effect into the system, and they have proposed as a mandatory component that outcome-based education should be implemented. NAAC eduthalum in the case of NAAC it is a general education program, but in the case of NBA it is a engineering program accreditation.
So in both cases, you can see that there is a large number of large cases of emphasis in outcome-based education. So we taking the consideration of these two things, outcome-based education, this learning outcomes, the existing problems or existing gap between the instructions and the outcome of students have been mooted in many national education policy document, in many parts of this document. And they have proposed, or they have in many sections pointed out that this gap should be bridged. So what we can see in NAC or NBA, there is approximately 10% of the score can be a score achievement criteria can be achieved through the outcome-based education, implementation of outcome-based education. So 100%, that means approximately 10% of the overall total marks it's not a very small thing. It is a quite significant figure. So we cannot avoid that one. And also that is in fact in the direct repercussions of implementing the outcome-based education. But in addition to that, there are many similar kind of teaching learning process through which we can project your achievement into the many inputs tables or input document which you are supplementing into the the NAC presentation, because by the help of this outcome-based education structure once you implemented in your institution. So I am not going in detail of the total mark, because it varies from different year-to-year pattern. And another thing is that in case of outcome-based education, see, I want to tell you that when you start in the class, what is actually outcome? Shafiq Sara explained to you. So that is very clear. Something means, I think in the beginning, at the end of the program or any end of some instructional unit, students should be able to get exact knowledge that actually presented or that actually conveyed to the students at the beginning of the session. That means when you first approach in a classroom, when you first approach in a small classroom or a classroom, what kind of an approach to be taken at the beginning of the before the beginning of the classroom session? The smallest instructional unit as per the UGC guidelines is 1 hour classroom lecture or 1 hour lab instructional the laboratory experimental part. So anyway, as per the regulatory structure, the smallest instructional unit is 1 hour classroom section. There is nothing lesser than 1 hour section duration. So when you come to the classroom, first it is outcome-based education says that instructor has to present or to convey or to explain the students that this is what I am going to tell you in this classroom, and this is the outcome I am expecting at the end of the 1 hour classroom. And students should be then aware about, okay, this is the matter that teacher is going to deliver here in this classroom, and I have to obtain this knowledge by the end of the 1 hour session. So unless you tell the students about the outcome of that particular 1 hour classroom, actually what do you think that what is the legitimate right to question a student? Because that is very important, because normally when you go to the classroom, we usually teachers, I don't say that it is a generic comment. It is only a specific. Maybe there are many teachers are having a specific pattern of study or specific idea. All teachers are very experts in their subject area, and maybe their articulatory way is quite attractive to students also.
So that is one thing, one factor. That is not questionable. But actually, unless we speak about this kind of an outcome statement at the beginning of a instructional unit, so definitely that will have an impact upon students' performance or students' attention in the classroom. When you say it in the beginning, or you state that specific 1 hour classroom instruction outcome, then definitely the approach will be quite different. Students, out of the whatever be the number of the students there, so they will be forced to give or pay more attention than earlier, because they know that teacher is going to present this thing, this subject part, and he is going to give you this kind of demonstration of that, and he is finally make us to, in within that 1 hour time, he is finally making us to be an expert in applying that particular thing or understanding that particular thing, or maybe some kind, it is an evaluation of some particular thing. Then I have to, it is a continuous process, different step-by-step process. That means while we are talking about in the later part of our workshop, Bloom's taxonomy is a major component to this. So Bloom's taxonomy says that different step-by-step knowledge level skills. That means remember to create is a stepwise ladder type ascent of the knowledge acquisition. So that means when you the students is properly conveyed at the beginning of a classroom session that I am going to present like this by the teacher, he is generally feel that he is having a tendency to give more attention, because otherwise he may skip that knowledge understanding. So that is the fundamental thing of outcome-based education. So the lowest, shortest instructional unit is definitely a 1 hour classroom, and even from the 1 hour classroom itself, we have to state our outcome. That may be about a course outcome, that may be about a 1 hour smaller part of the syllabus, maybe a module, outcome of a module, or maybe a outcome of a small unit, or even lesser than that, because 1 hour we may express a smaller thing only. We cannot give a very elaborate part of the subject area, but only a smaller part of the specific subject part. So that is important. So there are many descriptions and explanations and definitions given by many people about the learning, what is the learning and what is the different kind of things. So these things are very important always, and these are need to be identified by the teacher itself. So these definitions are not very, because I'm not going to explain, no need to explain. You have already provided with, you are provided with a document called Outcome-Based Education Handbook, which is very clearly stated by, different, even some part of that booklet is about choice-based credit system, and another part is the quite introductory part about the relevance and context of implementing the outcome-based education, and the third part is exactly the full actually hands-on training sessions and its document for reference. It is all developed by Professor N.J. Rao. So we are having your that document which is provided to you is therefore an excellent quality document, which is international, national level document approved by these regulatory agencies. And we have another term called input-based education, because in fact normally people will feel that when we talking about outcome-based education, people will be asked then what kind of other scheme of education that we followed, because this is a new thing, then what would be the other one? So definitely that term is input-based education. Input-based education and outcome-based education difference is, in case of input-based education, you are concentrating, you are focusing on the content, the delivery part, and the task that we are giving, how many hours, because they are focusing much more on that, how much content we have to deliver in a short period of time. And because we are not bothering about the outcome aspect of the student,
Instead, we are concerning about a teacher-centric. Teachers are preparing the syllabus. Teachers are preparing that different modules and different course structures and all. And these things are always a teacher-centric. When you talk in the case of outcome-based education, normally we are making a paradigm shift to the level that no, it is a learner-centric. Actually, in every case, because when you start a learner-centric approach of outcome-based education in your classroom, in every year, every smallest unit, what I said as a 1 hour duration, you will feel the grasp, or we will get an idea that how the students are moving with this thing, how the students are performing in each 1 hour sessions. So that is quite different, because while we are writing the different course outcome, different outcomes at different levels, like program outcome, program specific outcome, and course outcome, you will understand that these are the quite difference. How much we are deviating from, or we are oriented, or we are away from the input based mechanism. So whatever we have done earlier is quite input based mechanism. You will feel the difference only at the end of this workshop. So this is a kind of a cyclic process that teaching all instructions. We are preparing the syllabus preparation, in the sense that it is a preparing or formulating our curriculum. So curriculum is a comprehensive document about a particular program, and that curriculum contains every aspect of the education program, that a particular education program. So that curriculum contains the delivery of instructional or delivery part, and then it contains the assessment method. Then assessment, after the assessment, this outcome-based education point out one very important thing. So after the assessment, outcome-based education tells you that you need to assess the student's performance. You need, not in the summative of this formative way, but we have to assess the clear picture about how the students have come out of these institutions, what kind of knowledge acquires they obtained, what kind of graduate attributes they actually received, and then how they have performed outside the world. So that all things can be a continuous system, and every year teacher would be able to evaluate his own. Teacher himself can evaluate a self-retrospection or self-evaluation of his or her performance, and also the student's outcome level. So one of the very good document called a handbook of critical issues and outcome-based education, critical issues and answers. This is the pioneering first document about a very comprehensive and a very categorical inputs about outcome-based education. The name itself proposed by William Spady in the early 90s. So the OBE is generally an approach to education in which decisions about the curriculum and instructions are driven out by the exit learning outcomes that student. Appa students point in the endile ഒരു particular പ്രോഗ്രാമിൻ്റെയോ പർട്ടിക്കുലർ എഡ്യൂക്കേഷൻ ആക്ടിവിറ്റിയുടെ എൻഡിൽ അവൻ അക്വയർ ചെയ്ത് നോളജിനെ സ്കില്ലിനെ എല്ലാം കൂടെയാണ് നമ്മൾ ആക്ച്വലി ഔട്ട്കം ബേസ്ഡ് എഡ്യൂക്കേഷൻ്റെ ഔട്ട്കം എന്ന അർത്ഥത്തിൽ പറയുന്നത്. So this workshop is will be giving you some ideas about, may not be giving you very good idea about the curriculum designing aspect, but it will definitely a very informative and useful tool for designing your curriculum. Actually, every teacher of an institution should be familiar with designing of a curriculum. Actually, curriculum is a very, as I said, that it is a very comprehensive scheme of education system, and it contains all components of when a student enter to the classroom or enter to the register and enroll in a program, and when he comes out of that particular program after 3 or 4 or 2 year of program duration, that whole thing of activity should be coming under the designing of curriculum. So designing of a curriculum is a very, very, very tough and elaborate and even very time-taking process. But how much time we spend, or how much effort we are spending on at present our curriculum system, curriculum designing process is
definitely to be rethinked or reworked, or even you can revisit about that kind of an idea. Now we will move to the last session of our today's workshop, that we were talking about program outcomes. What is actually a program outcome? In the scheme which we are, or NAC or NBA adopted in India, is telling about outcome-based education structure follows a top-down scheme. That means when you are writing about, you are thinking about program outcomes only. Then then later only we will think about a program specific outcome. And finally, after you state, or after you formulate, or after you design your program specific outcome, then only you will talk about or think about course outcome, not vice versa. So that means generally what we are talking about program outcome is, very simply speaking, when you, in the beginning, you imagine that it is the beginning of an academic year. So that means all graduate students, like BA, BSc, BCom, or whatever be the case, all students are grouped in a seminar hall or a major hall in your institution. And some of the teachers, management and all are coming to give some speech on that occasion. So the audience is full of all students joined in different programs, BA, BSc, BCom, different subjects. So not worried about that. It is a mixture of, it is a heterogeneous group of students. And what would we expect to speak to that students? Do you think that there is any point of speaking something about any particular subject, or chemistry, biochemistry, botany, zoology, or any aspects of history, any aspect of language studies? No, there is no point, because that is a general mixture of students. Actually, the principal or any IQAC coordinator or any management representative who can speak about some of the soft skills, some of the very good qualities, some of the ideas that this institution promulgated, or some of the very qualities that students should be able to deliver or he perform, or he behave when he comes out of the campus boundary, isn't it? That is the right thing, no? Because we cannot speak anything in subject matter there. There is no any relevance. The students are from different backgrounds. Students are from different social setup. Students may be different economic conditions. Students from different caste, different. Maybe that is absolutely a large number of heterogenetic behavior or heterogenetic character there. So there is specifically, we have certain limitation or restrictions to speak there. What is the general attitude, general behavior? So that is applicable to all students, irrespective of the subjects, disciplines to which they have already enrolled. So that is what we call the program outcomes. So that definitely there are 10 different program outcomes proposed by National Accreditation and NAC, and even UGC and NBA also. These three, I speak about these four agencies like AICT, NBA, NAC, UGC, because other medical, architectural, this other kind of law, these are separate. We are not talking about that thing. We are talking about a technical education and general education scheme. So in that all regulatory mechanism connected with that kind of education program, they have put forward this 5 sample set. We can call it as templates of 10 program outcomes. So that program outcome is critical thinking. One is critical thinking, problem solving, computational thinking, effective communication, social interaction, effective citizenship, global perspective, ethics, environment and sustainability, and self-directed and lifelong learning. You can see that, you can read out that definition what he proposed, what is called as a global perspective, what is called an ethics, what is environment and sustainability. So these are not connected with anything to do with any particular subject.
when we discuss about environment and sustainability here, it is not talking about anything of environmental ecological problems connected with any species problem or any biological genetic disorders connected with any particular group of organism. Or in case of talking about effective citizenship, it is not talking about the article, a specific article of this thing, and it is large scale impact of something, it is and it is implementation and all. And similarly, it doesn't problem solving when when we talk about the problem solving, it is not discussing anything about the problem solving issues and skills of a mathematical classroom. It is not problem solving skill of any physics laboratory. And in case of critical thinking, it is definitely not any specific aspect of a critical thinking of any subject disciplines. And in social interaction, it is not talking about you are interacting how better way about his own subject deep knowledge. No, it is only about general aspects about a student's capability, students' attributes, students' efficiency, students' behavior, students' approach to the social, as a social being, approach to the community, approach to the nature, approach to the values of the society. So these are the things. When the students, after the 3-year program from the SN College, then we expect that, the society expect that he has a very peculiar quality, very peculiar behavior quality that he expresses in his society, and he behaves like that. He is a very peculiar person. He has certain identity. He behaves very properly. That is what we call a program outcomes. So that means, simply speaking, നമ്മൾ പണ്ട് നമ്മുടെ നാട്ടുകളിൽ കേൾക്കുന്ന പോലെ അവനൊരു ഇന്ന ആളായിരുന്നു, ഒരു ബി എക്കാരനാണ്, അവനൊരു ബി എക്കാരനാണെന്ന് കണ്ടു കഴിഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താ? ബി എക്കാരനാണ് മീൻസ് ഹീ ഈസ് ഏബിൾ ടു റിസോൾവ് മെനി. ഞാൻ പറയുന്നത് ഒരു 70കളിലെ കാലഘട്ടത്തിലെ ഒരു കാര്യമാണ്. നമ്മുടെ നാട്ടിൽ അപൂർവമേ ഉള്ളൂ ബി എക്കാരൻ, അല്ലെ അപൂർവമേ ഉള്ളൂ ഒരു എം എക്കാരൻ. So any issues connected with that local community, just we ask him, he will give some advice. He can resolve that issues very amicably or very judiciously. That is what we expect from that kind of a people. But when we come down to the 2021, what would be the situation? 2 years back, when the students coming out of this institution, do you expect that same kind of students' behavioral quality right now? No, definitely, because large number of institutions are there, large number of coaching centers, large number of education schemes are there, different kind of students are coming out. We don't have a very good skilled or core knowledge students. We don't have any good behavioral students, good quality students, because I am not talking about all students are something like that, because it is not like earlier time. So that means earlier എന്തൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം എന്തുകൊണ്ട് ഏറ്റവും നല്ലതൊന്നുമല്ല നമ്മൾ പറയുന്നത്. So we have lost on the way of our progression. So some kind of fundamental qualities we lost. As a graduate, the students have to give a certain kind of global citizenship, or they have to be adapted, or they have to contribute to the nation building process by acquiring or imbibing this kind of qualities. So this program, writing a program, one of our first our first exercise number 1 is about writing the program outcomes. Actually, we are not writing the program outcomes. When you can look at your that exercise document, first exercise is you select that program outcomes. It is a very simple task. Selecting the same program outcomes are given in different one as in a table. So there are 10 program outcomes there, and each teacher each faculty member who is attending this workshop has to identify at least 5 program outcomes out of this 10. Selecting these program outcomes according to your own choice, not discussing anything with your fellow teacher or in other teachers or anyone, but it's your perspective, because you are taking a classroom classes
for the last couple of years or many long services, you have found many things. You know the defects, you know the qualities, you know your students' abilities, you know your students' skill, you know definitely your skills, your students' loopholes, their inabilities or their problems, their issues, whatever. So that in considering that aspect, you can find out very easily that which is more applicable to my students in front of my classroom. Just think about your classroom, your experience. You select 5 out of the 10 and you prioritize that. Prioritize means don't need to, I'm not talking about prioritizing the selected one, but to selecting a program outcome is based on your priorities. Because we are not talking about anything about other, don't discuss anything with other subject teachers and all, but simply you select yourself and you take out that particular this thing and put it into this your blank cell. And similarly, whichever the next one you select that one and then you select it, or you what we call highlight that selected one. Now, any method, that is up to you. I just sent you a document out of which you can read that one, then you select it. And another one is point I want to tell you here is this program outcome is it is an arbitrary thing, because nobody is forcing you to do or fix your program outcome within this 10, or you have to adopt any few things out of the 10. You can adopt all, you can select all the 10, or you can at least select a minimum of 4 or 5, because it is not feasible to select more in the sense out of this 10. If you select 10, what is the impact? If you select 5, what is the impact? Don't you have a difference? Because selecting the 10 program outcomes for your it is, you always remember that when you select a program outcomes, it is not about your subject students. It is applicable to all subject disciplines. It is applicable to, if it is a science teacher selecting this program outcomes, it is applicable to other BA students. If a language student teacher select a program outcome, that is definitely should be applicable to science student also. Like that, it is a general aspect only. You are considering this general thing. And when you select more program outcomes, but problem coming in selecting higher, more number, that is an issue with the outcome-based education. Because in outcome-based OBE, what we will do is we will assess that in the process, in the following process of our implementation of OBE in your system. You have to assess that whether the students are able to achieve these 10 qualities. So assessing that 10 qualities, what you will have to do, you have only your statutory mechanism of assessment. You don't have many, your own personal idea cannot be implemented everywhere there, because you have a limited time in your 3-year program, because you have a limited kind of a structure of assessment pattern. That means your assessment pattern is limited to some classroom in unit test, or it is something like a semester end examination, or maybe some assessment, so maybe some assignments, seminar, field this thing, and your what we call your project, like that only. You cannot do anything out of that thing, because you don't have much more time other than in addition to the existing conventional scheme or statutory scheme. You cannot more, you don't have many more choice. So main thing of OB is that whatever the statement we made, that statement have to be clearly measured, and it is clearly definitely assessed at the end of the program. Because after the end of at the end of the program, student should be definitely assessed whether he has having a idea or acquired the aspect of problem solving.
or whether he has getting a knowledge about effective or proper way of effective communication or social interaction. So that means it is not a mandatory thing to, or all regulatory mechanism or assessment accreditation mechanism does not ask you to compulsorily take this much of program outcomes, but that is up to the institution's freedom. You can either choose 4 of this thing or minimum 4. That is minimum 4 is the logical limit. So it cannot be less than 4, and it should nobody ask you to take all these 10 things. But some of the cases, I am having one more suggestion, that if you feel that no, these 10 are of course relevant, but I have found that a person attending this workshop feels that no, I have found another very important program outcome which is having which is quite important in the time of present situation, or important into the general trend of global education scheme goes, he can adopt it, because UGC or NAAC does not ask you to follow the template. It is only a template. You can make sure that no, you can do that anything, but any kind of making modification of the existing thing you can make, or you can add or additions, your own idea, you can put it here. So that kind of things, OB is generally not having any straitjacket mechanism. It is having a very good flexibility in it. So don't think that what we are proposing or what the outcome-based education is telling about is it is finally become a very rigid mechanism. It is absolutely wrong. That is a very wrong notion or perspective. It is definitely a very free and flexible component of scheme. So this is what I want to convey you here, and I think you will be you must have already seen that document I sent to you, and you can parallelly open that one, or you can in the after evening you can do that, because once you select that, the institution can when you can combine that one. Combining in that, when you select, when you give a freedom to choose any 4, that means normally when you pull out all the things together, then you will definitely see these 10 items will be there. So naturally what we can do is that institution can fix that. Institution, there is another group maybe there that comprised of certain experts there. They will discuss about it. They will finally come to a consensus that okay, we can fix it for whoever have done the maximum choice or maximum opted number, or which demandful, or whichever they think, that 5 or 4 or 5 we can select, and that is very important. Within that you can then the rest of the things like how this thing can be implemented, what is how the way we can adopt this different program outcome component in your subject part is different. That is in another area that we will discuss later. So right now what we can think about that, which are more relevant, you can select 4 or 5 of this thing, so that you can highlight in your document, or you can paste the same thing, copy and paste into the blank area. Another one, if you taking the third one, maybe you are choosing, then you can take or highlight that one in that cell, paste it in that cell. Like that you make a document. And for evaluation, or if you want to send me, there is in fact no need to send this program outcome selection choice of whatever the choice that you have to me for verification. There is nothing to verify that one. It is up to your freedom, up to your discussion and decision. So that is, you can keep that first document, first exercise with you after you complete the thing, and you can talk about or discuss within your subject group or in the institution level. So that's all about this session. And if you have any doubt or any queries, please kindly ask me. Okay, Vidya teacher. Hello. Hello, sir.
കേൾക്കാമല്ലോ? കേട്ടില്ലേ? ഞാൻ പറഞ്ഞൊക്കെ കേട്ടായിരുന്നോ? കേട്ടായിരുന്നു സാർ, കേൾക്കായിരുന്നു. Okay, now you can, if you have any queries, you can ask me. Participants, the session is now open for interaction. If you have any queries, please raise. സാർ, ഈ എക്സസൈസ് ഇന്ന് തന്നെ നമ്മൾ സബ്മിറ്റ് ചെയ്യണോ? ഇല്ല, എക്സസൈസ് നിങ്ങൾ ചെയ്യുക. കാരണം ഈ നോക്കാം പറഞ്ഞു അല്ലേ. അപ്പോൾ ഈ എക്സസൈസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഫസ്റ്റ് എക്സസൈസ് നിങ്ങളിതിപ്പം ഇത് നമ്പർ സെലക്ട് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. പ്രോഗ്രാം ഔട്ട്കം നമ്മൾ സെലക്ട് ചെയ്യുന്നു. So selection of program outcome is up to you, up to the all teachers. So I don't have any suggestion into that, because selection is definitely you are selecting out of the 10 you are selecting 4 or 5 or 5. Okay, we fix it 5. You have to select 5, but that 5 will be all applicable to everything. But only thing is that what kind of a choice or what kind of priority you have made there to select 5 out of the 10. That's all. So it's up to your discussion, or up to your internal community or institution level discussion. There is, I have nothing to give any specific remarks on anything. But only thing is that you have to find it. So the next exercise onwards, we will have I mean, it is better that you send to me, or we will have a discussion over that. Someone can present it, or we can discuss over that, and then point out the problems and structural defects of that outcomes. Then we will discuss on that one. So this one, selection of program outcomes according to your interest is it is up to the freedom of you. But even in that case also, it is good that if you send it to me, or if you can share your document to me, it's definitely good. I can also see that how the way and how many people have selected, what are the general program out, generally what are the priority, where the priority goes, like that things I can understand. So that is always good. It is, I'm not telling that don't send. It's of course it's up to you. You can send it. I will see that. I will respond it to that. ഗൂഗിൾ ഡോക്ക് നമ്മൾ അയച്ചതിനകത്ത് കൺഫ്യൂഷൻ ഒന്നും ഇല്ലല്ലോ, എല്ലാവർക്കും ആക്സസ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നത്. ബിക്കോസ് നമ്മളിപ്പോഴൊക്കെ എല്ലാം 2 വർഷത്തെ സ്ഥിതി അല്ല, ഒരു 2000 കഴിഞ്ഞ ഒരു വർഷം കഴിഞ്ഞോടുകൂടി ഇത്തരം പിന്നെ ഈ ഡോക്യുമെൻറ്റ്സും ഇതിൻ്റെയൊക്കെ യൂട്ടിലിറ്റി അധ്യാപകർക്കാണ് ഏറ്റവും കൂടുതൽ അറിയാവുന്നതെന്നാണ് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊക്കെ ഒരു പ്രശ്നം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പണ്ട് നമ്മൾ ആദ്യ കാലത്തൊക്കെ വർക്ക്ഷോപ്പുകളിലൊക്കെ പോകുമ്പോൾ ഒരു സംഗതി കൊടുത്താൽ പലർക്കും അത് ആക്സസ് ചെയ്യാൻ പറ്റുന്നില്ല, അവർക്ക് ഷെയർ ചെയ്യാൻ അറിയില്ല, ഇങ്ങനത്തെ പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു. സോ ഐ ഡോണ്ട് ഫീൽ ദാറ്റ് ദിസ് ടൈം ഓൾ ടീച്ചേഴ്സ് ആർ വെരി എക്സ്പെർട്ട്, ബിക്കോസ് വി ആർ ആക്ച്വലി ഫോളിങ് മച്ച് ബിഹൈൻഡ് ദാറ്റ് എക്സ്പെർട്ടൈസ്. സോ നമുക്കിതാണ്, അതുകൊണ്ട് ഇതൊരു ഇതിപ്പം ഡോക്കിൽ അയച്ചതെന്നുള്ളതിൻ്റെ ഒരു പ്രോബ്ലം ഇതാണ്. കാരണം ഒരു സബ്ജക്റ്റിലുള്ള 10 പേര് ഉണ്ടെങ്കിൽ ആ 10 പേര് സെയിം ഡോക്യുമെൻ്റ് അയച്ചേക്കുന്നത്. അപ്പോൾ അവർ എല്ലാവരും ഒരേപോലെ ഷെയർ ചെയ്തേക്കാണ്. സോ ദാറ്റ് മീൻസ് ഇഫ് വൺ പേഴ്സൺ ഡു സം typing or correction, that one, so that will definitely is visible to others and editable by other one also. If somebody has put some entries into this thing, the other one can simply remove, or while he writes that will be erased. So that issue comes. So what we can do is, if there are more than one person in a subject group, document can be downloaded in your system. Then you write down this workshop, this thing, I mean the outcomes exercise. Then once you finish one exercise, what we can do is, you can simply take one Google Doc, open your Google Doc, a new Google Doc document, then paste it there and put exercise 1 or 2, whatever be the number, put there.
So that will be your document. Nobody can, you don't need to share that one. So like that everyone can do. Then you can at least you can only do that, you can share it to me, all individual documents, not to the fellow this thing. Because while writing the course outcome is certainly not about, all teachers are having a familiarity about one paper very well. So that same paper may not be taught by other teachers. Of course, there may be teachers taking the same paper. Of course, that if you are having the same teacher is doing that one, it is good that you discussion will be more effective. But still in the same subject, even writing the course outcome also, group discussion is always effective. Because group discussion കൂടാണ് നമ്മളെല്ലാം ചെയ്യേണ്ടത്. അപ്പോൾ അതല്ലെങ്കിൽ നമ്മുടെ ഒരു കരിക്കുലം ഡിസൈനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കരിക്കുലം ഡിസൈനിങ് ഈസ് ആക്ച്വലി മെൻറ്റ് ബൈ ഇൻവോൾവിങ് എക്സ്പേർട്സ് ഫ്രം ഓൾ സ്റ്റേക്ക് ഹോൾഡർ സെക്ഷൻസ്. നിങ്ങൾ ഏത് സബ്ജക്റ്റിലാണോ ചെയ്യുന്നത് ആ സബ്ജക്റ്റിൻ്റെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനുകൾ, ആ സബ്ജക്റ്റിൻ്റെ സ്റ്റേക്ക് ഹോൾഡറായിട്ടുള്ള ജോബ് തരാൻ പ്രാപ്തരായിട്ടുള്ള ഇൻഡസ്ട്രി, ജോബ് തരാൻ പ്രാപ്തരായിട്ടുള്ള എക്സ്പേർട്സ് ഫ്രം ഡിഫറെൻറ്റ് പൊളിറ്റിക്കൽ, സോഷ്യൽ, എക്കണോമിക്, ജോഗ്രഫി, ഏതെല്ലാം മേഖലകളുണ്ടോ അത്തരം മേഖലകളിൽ നിന്നുള്ള എക്സ്പേർട്ടുകൾ, അതെല്ലാം നിങ്ങളുടെ സബ്ജക്റ്റിൻ്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആണെങ്കിൽ, ആ പ്രോഗ്രാമിൻ്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആണെങ്കിൽ, definitely you have to invite them and their inputs are very important. You have to take in consideration of that. So that kind of ഒരു ഡിസൈനിങ് ആണ് ആക്ച്വലി സിലബസ് ഉണ്ടാകേണ്ടത്. സിലബസ് ആക്ച്വലി അധ്യാപകരല്ല ഉണ്ടാക്കേണ്ടത്. സിലബസ് അധ്യാപകർ അതിൻ്റെ അകത്തൊരു പാർട്ട് മാത്രമാണ്. ബിക്കോസ് അധ്യാപകരാണ് ആ പാർട്ട് ഡെലിവർ ചെയ്യുന്നതെന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇൻസ്ട്രക്ഷൻ മാത്രമേ അവർ ചെയ്യുന്നുള്ളൂ. ആക്ച്വലി ഡിമാൻഡ് എവിടുന്നാണ് വരേണ്ടത്? സ്റ്റുഡൻസ് ഈസ് കമ്മിങ് ഔട്ട് ഓഫ് ദിറ്റ് ഇൻ പർട്ടിക്കുലർ പ്രോഗ്രാം, where he gets a job, who is the job enablers of that particular program? Actually, job providers are maybe industry, maybe some of the government departments, maybe some other financial institutions, maybe some kind of entrepreneurship. So these people have to be taken into their views. How their expectation is important. When you pass out a student, when a student pass out of that your program or in your institution, actually they get their bread and butter or their earnings maybe from that one. Employer is somewhere else. That employer doesn't have any stake into your syllabus or curriculum. How do you expect that student will get a job there? Because that is a problem that this employer and student gap is widening in our country. So I largely point out by the beginning principal sir പറഞ്ഞ പോലെ ഈ ഒരു വലിയ പ്രശ്നമുണ്ട്. ആ ഗ്യാപ്പ് നമുക്ക് അവർക്ക് ആവശ്യമുള്ള സ്കില്ലോട് കൂടിയല്ല നമ്മൾ ഇറക്കി വിടുന്നത്. അവർക്ക് ആവശ്യമുള്ള സ്കില്ലാണ് നമ്മൾ കരിക്കുലം ഉണ്ടാക്കിയപ്പോൾ ചോദിച്ചിട്ടില്ല. അതാണ് പ്രശ്നം. കരിക്കുലം അവരുടെ കൂടെ ഡിസ്കഷനിലാണെന്നുണ്ടെങ്കിൽ വാട്ട് വി വിൽ ഡു, വി വിൽ ഡിസൈൻ യുവർ പ്രോഗ്രാം ഔട്ട്കംസ്, വി വിൽ ഡിസൈൻ യുവർ program specific outcome, and finally your course outcome also will be designed strictly in accordance with the general need of the society, general need of the public, general need of the nation. അല്ലാതെ അധ്യാപകരുടെ ഡിസൈൻ ആകുമ്പോൾ എന്താ പ്രശ്നം? ആ ഗ്യാപ്പ് അവിടെ നിൽക്കുക, നമുക്ക് പഠിപ്പിക്കാൻ പറ്റുന്നതോ അങ്ങനെയുള്ള. സോ ദാറ്റ് കൈൻഡ് ഓഫ് തിങ്സ് ആർ പാർട്ട് ഓഫ് ദിസ് ഡിസ്കഷൻ during the course of our 5-day program. We will definitely have a more elaborate and more intensive discussion on that aspect. So that is different. Definitely will be our area later that we will discuss. So now today, as in the beginning of today's program, what we can do is simply a small exercise. But even selecting a program out, if you select all of the participants who select 5 program outcomes each, so making a consensus of bringing out the 5 out of the total selections is definitely a very humongous task. That is basically a very tough and humongous task, definitely. So അതും ഒരു പ്രധാനപ്പെട്ടതാണ്. ബിക്കോസ് നമ്മളിതിൻ്റെ ക്രിട്ടിക്കൽ തിങ്കിങ് എന്താണ്, പ്രോബ്ലം സോൾവിങ് എന്താണ് എന്നൊക്കെ ഉള്ളത് എങ്ങനെ നിങ്ങളുടെ സബ്ജക്റ്റിലേക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്യാം എന്നുള്ളതൊക്കെ ദാറ്റ് ഈസ് നാച്ചുറലി അതൊരു പ്രധാന ഭാഗമാണ്. അത് നമ്മൾ ഡിസ്കസ് ചെയ്യും. അത് നമ്മൾ ചെയ്തു വരുമ്പോൾ നമുക്ക് മനസ്സിലാകും അതൊക്കെ എവിടെയൊക്കെ വന്നു എന്നുള്ളത്.
പക്ഷേ അതൊന്ന് പ്രയോറിറ്റൈസ് ചെയ്യുകയും അതിനെ ഫൈനലി നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ ലെവലിലേക്ക് 10 എല്ലാ അധ്യാപകരുടെ ചോയ്സ് സെലക്ട് ചെയ്യുമ്പോഴത്തേനും ഡെഫിനറ്റ്ലി 10 നിങ്ങളുടെ ഇടയിൽ വരും, സജഷനായിട്ട് വരും. പക്ഷെ അതിനകത്തും നമ്മൾ how we can fix or limit that 4 or 5 is definitely a very good task, a tough task. Maybe all experts will discuss and finally. But once you decide that these are the 5 program outcomes of this institution, then there is no going back, no rethinking. You have to implement it. You have to bring it in your content, subject, syllabus, and you have to bring it in your classroom exercises, classroom instruction pattern, and you have to bring it in your designing of your question paper, and finally you have to bring it into your assessment scheme. Students should be, the main thing is that students should be able to deliver that qualities, that 5 qualities somewhere. You can, the NAAC team visit you and somebody is asking that what is the program, you have to already designed that program outcomes. Then you point out that, sir, this is the program outcome. Then these people will ask you, where is the component, how do you assess that, and how do you interpret that? So then you will reply them, sir, this is the way we have made exercise, we have made quality teaching like that, we have incorporated these things there, and then we have 1 minute. My laptop is draining out. And then you can point out that this kind of a things we have done it here, and assessment method we have adopted this kind of mechanism, and in the certain assignment seminar field work we have adopted certain mechanism to test the students to behave or to show to assess their qualities to of problem solving skill, computational thinking, effective communication, social interaction, maybe having a debate we have planned in our classroom. So debate based assignment we have been given, so that represent our social interaction capabilities. Or students are taken out a NSS program, so that subject group have gone there. So they have talking about environment and sustainability. So there are kind of a thing. So there are many methods which you can adopt through which you can identify the students' capability and our teachers' skill to deliver or skill to give instructions based on instructions keeping the key elements of 5 program outcomes. So like that we will have more discussions later. While we finally doing this what we call course outcomes, I'm sure that you will be devoid of any kind of doubts that we may presently have, but that by doing or only one can cross over that problems. So without doing that something, people have generally speak about outcome-based education. Oh, this is a kind of a very rigid thing. It is not applicable to this thing. It is only applicable in engineering subjects. This kind of a foolish criticism is coming from the people who are actually not having done or not having written a small statement of course outcome. That is the basic thing. So I request you once again that please pay maximum attention, and because since having a large number of experience, large years of experience of teaching field, it is so easy for teachers to write doing that. Because I'm just telling that because I don't have that kind of capacity, but only thing I can structural defects I can identify, but writing a course outcome, writing a program outcomes, this program specific outcome is a teacher's role, and teachers can simply do that, so easily do that, because you have basically your content is inside you and you are expert in all your own subjects. If you don't have an expertise, definitely what we will do that, because earlier input based mechanism, what we will do, we will skip that portion while designing your curriculum. We will skip that portion naturally, and we feel that no one is here to give that portion of teaching here.
we don't have that laboratory facility, or we don't have any expertise to come here, because I don't have expertise in that subject. So generally at that board of studies will feel that, okay, we can leave it, no need to do that, because we cannot handle that. But this is not the case. When if something is relevant, certainly we have to find solution that one, because as having teachers, we know that how to deal with this thing, how to bridges this gap. We have many available resources there, online resources there. See, the blended learning mechanism is being adopted. So everything, teacher is actually a facilitator to guide the students, or actually the role of facilitator is being become very important, because teacher role is actually, while doing the blended learning, many of the studies shows that teacher role has become quadrupled. What we call, actually it's not even doubling, it is so much increased. There is no this is what happened in many things. Students have a lot of opportunities to learn something through the technology, new technology, but actually giving that inputs about that particular knowledge and to directing them students and clearing their issues and doubts, that is very important. So teachers also getting adopted and also getting updated. So that's all. Any questions, teacher? ഞാനൊന്നും കണ്ടില്ല, ഞാൻ നോക്കിയില്ല ഇതിൻ്റെ അകത്ത് നിങ്ങളുടെ. ഹലോ ടീച്ചർ, എൻ്റെ ഹലോ കേൾക്കാമായിരുന്നു? ഹലോ കേൾക്കാമായിരുന്നല്ലോ അല്ലേ? ഞാൻ വീഡിയോ ഓഫ് ആയിരുന്നു തോന്നുന്നു, സോറി. ആയിക്കോട്ടെ. അപ്പോൾ എന്തെങ്കിലും ക്വസ്റ്റൻ ഉണ്ടെങ്കിൽ ചോദിക്കുക, അല്ലെങ്കിൽ സാരമില്ല, വി ക്യാൻ ഡിസ്കസ് ഇറ്റ് ടുമോറോ. അപ്പോൾ ഇന്നിപ്പോൾ സമയം 4 മണി ആയില്ലേ, നിങ്ങളുടെ ടൈം നമുക്ക് ഇവിടെ കൊണ്ട് വൈൻഡപ്പ് ചെയ്യാം. എനിക്ക് ഇതിൻ്റെ അകത്ത് ഞാൻ കണ്ടില്ല നമ്മുടെ ക്വസ്റ്റ്യൻസ് ചാറ്റ് വല്ലതും ഉണ്ടായിരുന്നോ? ഓക്കെ, ചാറ്റ് ഉണ്ട് ഇവിടെ അല്ലേ? എല്ലാ ക്വസ്റ്റ്യൻസും ഉണ്ടോ? ഒന്നുമില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് അത് സഫീഷ്യൻ്റ് ആണെങ്കിൽ നമുക്ക് ഇവിടെ കൊണ്ട് വൈൻഡപ്പ് ചെയ്യാം ഇന്നത്തെ പ്രോഗ്രാം. എന്നിട്ട് നമുക്ക് നെക്സ്റ്റ് സെഷൻ തുടങ്ങാം. എല്ലാവരും കേട്ട് കാണുമല്ലോ, എല്ലാവരും ശ്രദ്ധയോടെ ഇരുന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇപ്പോൾ ഈ ഓൺലൈൻ ആയതുകൊണ്ട് എത്രത്തോളം ശ്രദ്ധ ഉണ്ടായിരുന്നു എന്നുള്ളതൊന്നും നമുക്കറിയാൻ പറ്റില്ല. അത് അസസ്മെൻറ്റ് മെത്തേഡ് അതിന് മാത്രം ഇല്ലല്ലോ, നമ്മുടെ ഈ പ്രോക്ടറിങ് ഒന്നും ഇതിൻ്റെ അകത്തില്ല. അടുത്ത ദിവസം നമുക്ക് ഓപ്പൺ ആക്കാം സാർ. അല്ലല്ല, ഞാൻ പറയുന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇതെല്ലാം നമ്മൾ പറയേണ്ട കാര്യങ്ങളല്ല, നമ്മളെക്കാൾ വിദഗ്ധരാണല്ലോ എല്ലാവരും ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ പ്രശ്നമൊന്നുമില്ല. സോ വി ആർ ഹിയർ ആൻഡ് ഡോക്ടർ ഷഫീഖ് വില്ലേ ഒന്നുമില്ല. നാളെ എങ്ങനെയാ ടീച്ചറെ നമ്മൾ പ്ലാൻ ചെയ്യുന്നത്? നാളെ സെയിം ടൈം തന്നെയാണ് സാർ, 2 മണിക്ക്. ഓക്കെ. അപ്പോൾ PO ആണ് നമ്മൾ ചെയ്തത്. നാളെ നമ്മൾ പ്രോഗ്രാം സ്പെസിഫിക് ഔട്ട്കമ്മിലേക്ക് മൂവ് ചെയ്യും, വിച്ച് വിൽ ബി ലിറ്റിൽ മോർ കോർ ആയിട്ടുള്ള കാര്യം. അതുപോലെ തന്നെ ബ്ലൂംസ് ടാക്സോണമിയുടെ ആക്ഷൻ വെർബ് സർക്കുലേറ്റ് ചെയ്തില്ലേ? ഉണ്ട്. അതിനകത്ത് ആ ആക്ഷൻ വെർബ്സ് എല്ലാവരും ഒന്ന് വായിച്ചു വരണം. നമ്മുടെ ആക്ഷൻ വെർബ്സ് ഉണ്ടല്ലോ, ആക്ഷൻ വെർബ്സ് ആർ വെരി ക്രൂഷ്യൽ. കാരണം ആക്ഷൻ വെർബ്സ് വെച്ചുകൊണ്ടാണ് നമ്മൾ ഓരോന്നും പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പം ഒബ്ജക്റ്റീവും അതുപോലെ സിലബസിൽ കാണുന്ന ഒബ്ജക്റ്റീവും ഔട്ട്കമ്മും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം എന്ന് പറയുന്നത്, ഒബ്ജക്റ്റീവ്സ് എപ്പോഴും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് 2 എന്നുള്ളതാണ്. അത് കാരണം ഒരു ഇൻസ്ട്രക്ഷൻ എന്നുള്ള നിലക്ക് നമ്മുടെ ടീച്ചേഴ്സിനുള്ള ഇൻസ്ട്രക്ടർക്കുള്ള ഒരു ഇൻസ്ട്രക്ഷൻ എന്നുള്ള നിലക്കാണ് വരുന്നത്. ബട്ട് വെൻ ഇറ്റ് കംസ് ടു ഔട്ട്കം, ഇറ്റ് ഓൾവേസ് സ്റ്റാർട്ട്സ് വിത്ത് ആൻ ആക്ഷൻ വെർബ്. അതാണ് പ്രധാനമായിട്ടും നമ്മൾ ചിന്തിക്കേണ്ടത്. ഇപ്പോൾ അണ്ടർസ്റ്റാൻഡ്, അനലൈസ്, ഇവാലുവേറ്റ് എങ്ങനെ തുടങ്ങിയിട്ടുള്ള ഏകദേശം ഒരു 50+ ആക്ഷൻ വെർബ്സ് നമ്മൾ സർക്കുലേറ്റ് ചെയ്തിട്ടുണ്ടാവും. ആ ആക്ഷൻ വെർബ്സ് ചിലതെല്ലാം ഓവർലാപ്പിംഗ് ആയിരിക്കും. ആൻഡ് ആക്ഷൻ വെർബ്സിൻ്റെ മറ്റൊരു ഏറ്റവും പ്രധാനപ്പെട്ടുള്ള ഒരു യൂസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വെർബ്സ് വിൽ ഡെഫിനറ്റ്ലി ഹെൽപ്പ് യു ടു പ്രിപ്പയർ ഗുഡ് ക്വസ്റ്റ്യൻ ബാങ്ക്. ക്വസ്റ്റ്യൻ പേപ്പർ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് നല്ലൊരു ക്വസ്റ്റ്യൻ, കാരണം ഓരോ ആക്ഷൻ വെർബിൽ അത് ലേണർക്ക് തന്നെ മനസ്സിലാവും ഏത് തരത്തിലുള്ളൊരു ഔട്ട്കമാണ് ഇതിലൂടെ എക്സ്പെക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ഏത് ഡയറക്ഷനിലാണ് പോകുന്നതെന്ന് ഓവർ ദ പീരീഡ് ഓഫ് ടൈം ലേണർ വിൽ അണ്ടർസ്റ്റാൻഡ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആക്ഷൻ വെർബ്സ് ടീച്ചേഴ്സിന് കുറേ കൂടി ഒരു ക്ലാരിറ്റി ഉണ്ടാവേണ്ട, അല്ലെങ്കിൽ ബൈഹാർട്ട് ചെയ്യപ്പെടേണ്ട ഒന്ന് ആണ്. അപ്പോൾ ആ പാട്ട് നിങ്ങൾ നാളെ നോക്കി വരണം. സോ ദാറ്റ് ഇറ്റ് വിൽ ഹെൽപ്പ് us ടു കമ്മ്യൂണിക്കേറ്റ് മോർ ഈസിലി പ്രോഗ്രാം സ്പെസിഫിക് ഔട്ട്കമും കോഴ്സ് ഔട്ട്കമും അതുപോലെ ബ്ലൂംസ് ടാക്സോണമി ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് കുറേ കൂടി ഈസി ആയിരിക്കും അത്. അപ്പോൾ അതാണ് ഞങ്ങളുടെ ഭാഗത്തു നിന്ന് പറയാനുള്ളത്. പിന്നെ ഇന്ന് വരെ പറഞ്ഞ ഈ പ്രോഗ്രാം ഔട്ട്കം വരെയുള്ള കാര്യങ്ങൾ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ വി വിൽ ടേക്ക് ഇറ്റ് അപ്പ് ടുമാറോ
in the beginning of the session. അതിനുശേഷം we will move to the next. ദിവ്യ ടീച്ചർക്ക് എന്തെങ്കിലും പറയാനുണ്ടോ ടീച്ചറെ? ഇല്ല സാർ, ഇൻസ്ട്രക്ഷൻസ് എല്ലാം ഗ്രൂപ്പിൽ കൊടുത്തിട്ടുണ്ട്. ഹാൻഡ് ബുക്കും ബ്ലൂംസ് ടാക്സോണമിയുടെ വർക്ക്സ് എല്ലാം ഗ്രൂപ്പിൽ സർക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, കൂൾ. അപ്പോൾ പിന്നെ വേറെ ഒന്നുമില്ല? ഇല്ല, ഇന്നിപ്പം വേറെ ഒന്നുമില്ല. ഓക്കെ, ഹാവ് എ നൈസ് ഡേ. താങ്ക് യു സോ മച്ച്. അപ്പോൾ ടീച്ചർ കേൾക്കുന്നുണ്ടോ വിദ്യ? കേൾക്കാം ടീച്ചർ, പറഞ്ഞോളൂ.